യെസ്. ആരൊക്കെ രാവിലെ ഇടുന്ന ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്? രാവിലെ ഇടുന്ന ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് പഠിക്കുന്ന ആരെങ്കിലുണ്ടോ? രാവിലെ ഏർലി മോർണിംഗ് ഇടുന്ന ക്വസ്റ്റ്യൻസ് എല്ലാവരും പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ആത്മാർത്ഥമായിട്ട് രാവിലെ ഇടുന്ന ക്വസ്റ്റ്യൻസ് പഠിക്കുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? പിന്നെ ഉണ്ടോ? ഇതിപ്പോ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഗ്രൂപ്പിനകത്ത് 800ഓളം ആൾക്കാരുണ്ട്. പിന്നെ 800ഓളം ആൾക്കാരുണ്ട്. ഇതിനകത്ത് മൊത്തം 6 ഗ്രൂപ്പുണ്ട്. 6 ഗ്രൂപ്പിനകത്ത് 800ഓളം ആൾക്കാരുണ്ട്. അവരിൽ ഞാൻ കൃത്യമായിട്ട് കണ്ടത് ഈ പറഞ്ഞ ഏറ്റവും ലാസ്റ്റ് ബാച്ചില്ലേ, നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ രാവിലെ ആ ഒരു ക്വസ്റ്റ്യൻ കാണുന്നത്. സത്യം പറഞ്ഞു, നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആ ഒരു ചോദ്യം ഇപ്പൊ നോക്കുന്ന ആൾക്കാർ. സത്യം പറയുന്നു, നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആ ചോദ്യം നോക്കുന്നത്. കാരണം ലാസ്റ്റ് വന്ന ആൾക്കാരല്ലേ, അവർ പഠിക്കാൻ കൂടുതൽ ആഗ്രഹമില്ലേ? സത്യമല്ലേ? എപ്പോഴും ലാസ്റ്റ് വന്ന ആൾക്കാരെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹമില്ലേ? അല്ലേ? ലാസ്റ്റ് വരുന്ന ആൾക്കാർക്ക് പഠിക്കാൻ കൂടുതൽ ആഗ്രഹമില്ലേ? അയ്യോ കുറെ പെൻഡിങ് ആയി പോയി, ബാക്കിയുള്ളവരെ മുന്നിലെത്തണം, ബാക്കിയുള്ള ആൾക്കാരെ മുന്നിലെത്തണം. ശരിയല്ലേ? അല്ലേ? ശരിയല്ലേ? ബാക്കിയുള്ള ആൾക്കാരിലേക്കാൾ മുന്നിലെത്തണം. സത്യമല്ലേ? സത്യമല്ലേ? ബാക്കി ഫസ്റ്റ് ബാച്ച് തുടങ്ങിയോ? ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞ ഡിസംബർ തുടങ്ങി കേട്ടോ. ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞ 2023 ഡിസംബർ തുടങ്ങിയാണ്. അവരെല്ലാം കുറെ പഠിച്ച് മടുത്തു കഴിഞ്ഞു. എനിക്ക് എല്ലാം അറിയാമല്ലോ. ശരിയല്ലേ? അവർക്ക് എനിക്ക് എല്ലാം അറിയാമല്ലോ എന്ന രീതിയിലായി കഴിഞ്ഞു. പക്ഷെ നിങ്ങളാണെങ്കിൽ എന്തറിയാമോ, നിങ്ങൾ ഏറ്റവും അവസാന ബാച്ച് ആയതുകൊണ്ട് തന്നെ എന്താണ്, നിങ്ങൾക്ക് പഠിക്കണം എന്ന ആഗ്രഹം കുറച്ച് കൂടുതലല്ലേ? അവസാന ബാച്ച് ആയതുകൊണ്ട് തന്നെ എനിക്ക് പഠിക്കണം എന്ന ആഗ്രഹം കുറച്ച് കൂടുതലാണ്. പഠിക്കണം എന്ന ആഗ്രഹം കുറച്ചും കൂടുതലാണ്. എനിക്കറിയാൻ പറ്റും, എനിക്ക് പലപ്പോഴും അറിയാം. രാവിലെ പറഞ്ഞ എന്താണ് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ കാണുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. നിങ്ങളാ കൂടുതലുള്ളത്. അവർക്ക് 70 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നിങ്ങൾക്ക് 32ആണോ അവിടെ? എത്രയായി? 32ആണോ? 32ആണോ? എത്രയായി ഇവർക്ക്? 33. എല്ലാം വായിച്ചോ? എക്സാമിന് ഇത് കൂടുതൽ OBG അല്ലേ കാണുന്നുണ്ടോ? മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കൂടുതൽ OBG ആണോ? എല്ലാ ക്വസ്റ്റ്യൻ കൂടുതൽ OBG ആണോ? വരും. മിക്കവാറും ക്വസ്റ്റ്യൻ കൂടുതൽ OBG ആണോ? അത് കണ്ടപ്പോ എന്ത് മനസ്സിലായി? എന്താ മനസ്സിലായത്? ഒരുപാട് പഠിക്കാനുണ്ട്. ചോദ്യം വരുന്ന സ്ഥലം എവിടെയാ? അത് ഓർമ്മ. OBG, പീഡിയാട്രിക്സ്, സൈക്യാട്രി ചോദ്യം കൊണ്ടുവരും. മറക്കരുത്. ഞാൻ പറയാതെ തന്നെ അത് കണ്ടെങ്കിൽ മനസ്സിലായി കാണും. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കാര്യം സൗണ്ട്സ് ആണ്. ഫിസിക്കൽ എന്താണ് ഇപ്പോൾ ഫിസിക്കൽ എക്സാമിനേഷനകത്ത്, നഴ്സിംഗ് ഫൗണ്ടേഷനകത്ത് ഇന്ന് പഠിക്കാൻ പോകുന്ന കാര്യം സൗണ്ട്സ് ആണ്. അല്ലേ? നമുക്ക് 2 തരത്തിലുള്ള സൗണ്ട്സ് ഉണ്ട്. നോർമൽ സൗണ്ട്സും ഉണ്ട്, അബ്നോർമൽ സൗണ്ട്സും ഉണ്ട്. അതിനകത്ത് ഒരാൾ നോർമലായിട്ട് റെസ്പിറേറ്റ് ചെയ്യുമ്പോൾ കേൾക്കുന്ന സൗണ്ട് ഏതൊക്കെയാ? 3 ടൈപ്സ് ഉണ്ട്. എപ്പോഴും ഒരാൾ നോർമലായിട്ട് റെസ്പിറേറ്റ് ചെയ്യുമ്പോൾ 3 സൗണ്ട് ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ആർക്കും അറിയില്ല. നിങ്ങളുടെ എല്ലാവരും ഒരു വിചാരം എന്ന് പറയുന്നത് നോർമലായിട്ട് ഒരു സൗണ്ട് ഉണ്ടെന്നല്ലേ? എല്ലാവരും വിചാരം നോർമലായിട്ട് ഒരു സൗണ്ട് മാത്രമേ ഉള്ളൂ എന്നാണ്. പക്ഷെ നമ്മൾ നോർമലി റെസ്പിറേഷൻ ചെയ്യുമ്പോൾ കേൾക്കുന്ന സൗണ്ട് എത്രയുണ്ട്? 3 ടൈപ്സ് ഉണ്ട്. പക്ഷേ വെസിക്കുലാർ സൗണ്ട് എന്ന് പറയാം. ആദ്യം വരുന്ന ടൈപ്പാണ് വെസിക്കുലാർ സൗണ്ട് എന്ന് പറയാം. എവിടെയെങ്കിലും ഈ ഒരു പേര് കേട്ടിട്ടുണ്ടോ? വെസിക്കുലർ സൗണ്ട് ഉണ്ടോ? ഇല്ല. ഉണ്ടോ? സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ വെസിക്കുലർ ഉണ്ട്. ഞാൻ പറയുന്നുണ്ട്. എപ്പോഴെങ്കിലും
ഇത് വെള്ളമില്ലാത്ത പഞ്ചായത്ത് പൈപ്പിൽ തുറന്നപ്പോൾ സൗണ്ട് കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും സിനിമയിലോ നോർമലായിട്ടോ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് പൈപ്പ് തുറന്നപ്പോൾ സൗണ്ട് കേട്ടിട്ടുണ്ടോടെ? പറയടേ, പറയടേ, എപ്പോഴെങ്കിലും? ഉണ്ടോടെ, ഉണ്ടോടെ, ഉണ്ടോടെ? ഉണ്ട്, ഉണ്ട്. അപ്പൊ സോഫ്റ്റ് ആയിട്ട് പൈപ്പിൽ നിന്നും ഇത് വെള്ളം കടന്നു പോകുന്ന സൗണ്ട് ഉണ്ടോ? എപ്പോഴെങ്കിലും സോഫ്റ്റ് ആയിട്ട്, വളരെ സോഫ്റ്റ് ആയിട്ട് പൈപ്പിലൂടെ വെള്ളം കടന്നു പോകുന്ന സൗണ്ട് ഉണ്ടോ? ഉണ്ടോ? എപ്പോഴെങ്കിലും സോഫ്റ്റ് ആയിട്ട്, സൗണ്ട് ഒന്നുമില്ല, ഒരു ശബ്ദമില്ല. നിങ്ങൾ പൈപ്പ് തുറക്കുമ്പോൾ ശബ്ദമൊന്നും ഇല്ലാതെ വളരെ സോഫ്റ്റ് ആയിട്ട് പൈപ്പിലൂടെ വെള്ളം കടന്നു പോകുന്ന ശബ്ദം കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും? ശബ്ദമില്ലാതെ സോഫ്റ്റ് ആയിട്ട് ഉണ്ടോടെ? സോഫ്റ്റ് ഇന്റൻസിറ്റിയോടുകൂടി, ലോ പിച്ചിലോടുകൂടി വളരെ സോഫ്റ്റ് ആയിട്ട്, ജെന്റിലായിട്ട് കടന്നു പോകുന്ന ശബ്ദം കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? 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 ഉണ്ട്, ഉണ്ട്. എങ്കിൽ നമ്മൾ ബോഡിക്കകത്ത് എങ്ങനെയത്? ബോഡിക്കകത്ത് സോഫ്റ്റ് ആയിട്ട് ലോ പിച്ചിലൂടെ കടന്നു പോകുന്ന സൗണ്ട് ഏതാ? ഇത് എയറല്ലേ? എയറല്ലേ? സ്മാൾ എയർവേസിലൂടെയാണോ? സ്മാൾ എയർവേസിലൂടെ എയർ കടന്നു പോകുമ്പോൾ കേൾക്കുന്ന സൗണ്ട് ഏതാ? വെസിക്കുലർ അല്ലേ? വളരെ സോഫ്റ്റ് ഇന്റൻസിറ്റിയോടുകൂടി, വളരെ സോഫ്റ്റ് ഇന്റൻസിറ്റിയോടുകൂടി ലോ പിച്ചായിട്ട് വളരെ ജെന്റിലായിട്ട് കടന്നു സൗണ്ട് ഏതാ? വെസിക്കുലാർ സൗണ്ട് ആണ്. മറക്കരുത്. വളരെ സോഫ്റ്റ് ആയിട്ട് കടന്നു പോകുന്ന സൗണ്ട് ഏതാ? വെസിക്കുലാർ സൗണ്ട് ആണ്. മറക്കരുത്. നമ്മൾ പഞ്ചായത്ത് പൈപ്പ് തുറക്കുമ്പോൾ വെള്ളം വരുമ്പോൾ കേൾക്കുന്ന സൗണ്ട് അല്ലേ ഇത്? അല്ലേ? ശരിക്കും പറഞ്ഞാൽ സ്മാൾ എയർവേസ് ഇല്ലേ, നമ്മുടെ ലങ്സിലെ സ്മാൾ എയർവേസിലൂടെ, ചെറിയ എയർവേസിലൂടെ കടന്നു പോകുന്ന സൗണ്ട് ഇത്, ശരിയല്ലേ? ലങ്സിലെ വളരെ ചെറിയ എയർവേസിലൂടെ കടന്നു പോകുന്ന സൗണ്ട് അല്ലേ വെസിക്കുലർ? അറിയാം അറിയില്ല. ലങ്സിലെ വളരെ ചെറിയ എയർവേസിലൂടെ, സ്മാൾ എയർവേസിലൂടെ കടന്നു പോകുന്ന സൗണ്ടിനെ പറയുന്ന പേരെന്താ? ലങ്സിലെ വളരെ ചെറിയ, വളരെ സ്മാൾ എയർവേസിലൂടെ കടന്നു പോകുന്ന സൗണ്ടിനെ പറയുന്ന പേരെന്താണ്? സ്മാൾ എയർവേസ് ഏതൊക്കെയല്ലേ? പറഞ്ഞ സ്മാൾ എയർവേസ് ഏതൊക്കെയാ? ഇത് ബ്രോങ്കിയാണോ? ഓർത്ത് ബ്രോങ്കിയോൾസ് ആണോ? ലങ്സിലെ സ്മാൾ എയർവേസ് എന്ന് പറയുമ്പോൾ ഇത് ബ്രോങ്കിയോ ആണോ ഓർത്ത് ബ്രോങ്കിയോൾസ് ആണോ? കൺഫ്യൂഷൻ ആയി പോകും. ലങ്സിലെ സ്മാൾ എയർവേസ് എന്ന് പറയുമ്പോൾ ബ്രോങ്കിയാണോ ബ്രോങ്കിയോൾസ് ആണോ? ബ്രോങ്കിയോൾസ് അല്ലേ? അപ്പോൾ ആൽവിയോളെ ഉണ്ട്, ആൽവിയോളെ ഉണ്ട്. അതുപോലെ തന്നെ ബ്രോങ്കിയോൾസിലൂടെ കടന്നു പോകുന്ന ചെറിയ സ്മാൾ എയർവേസ് കടന്നു പോകുന്ന സൗണ്ടിന് നമ്മൾ പറയുന്ന പേരെന്താ? ആൽവിയോളെയും അതുപോലെ തന്നെ ബ്രോങ്കിയോൾസിലെ കൂടെ കടന്നു പോകുന്ന സൗണ്ടിനെ പറയുന്ന പേരെന്താ? വെസിക്കുലർ അല്ലേ? വെസിക്കുലർ അല്ലേ? വെസിക്കുലർ അല്ലേ? വെസിക്കുലർ അല്ലേ? ആൽവിയോളുണ്ട്. ആൽവിയോളെ അതുപോലെ തന്നെ സ്മാൾ എയർവേസ് ആയ ഈ പറഞ്ഞത് ബ്രോങ്കിയോൾസിലൂടെ കടന്നു പോകുന്ന സൗണ്ടിനെ പറയുന്ന പേരെന്താ? വെസിക്കുലാർ സൗണ്ട് എന്ന് വിളിക്കാം, വെസിക്കുലാർ എന്ന് വിളിക്കാം. ഇത് എവിടെയാണ് വെസിക്കുലാർ സൗണ്ട് കേൾക്കുന്നത്? അടുത്ത ചോദ്യം ഒരു സ്ഥലമാണ്. വെസിക്കുലാർ സൗണ്ട് കേൾക്കുന്ന സ്ഥലം എവിടെ? സ്ഥലം, ലൊക്കേഷൻ എവിടെ? ലൊക്കേഷൻ, ലൊക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ലൊക്കേഷൻ എവിടെയാ? ലൊക്കേഷൻ ലങ്സിന്റെ എവിടെ കേൾക്കുന്നത്? ലങ്സിന്റെ ഏത് ഏരിയയിലാണ് ഈ പറഞ്ഞ വെസിക്കുലർ കേൾക്കുന്നത്? ഇത് പെരിഫറൽ ഏരിയ ആണോ? പെരിഫറൽ ഏരിയ ആണോ? ലങ്സിന്റെ പെരിഫറൽ ഏരിയ ആണോ? ഇനിയോ ലങ്സിന്റെ പെരിഫറൽ ഏരിയയിലാണോ കേൾക്കുന്നത്? ലങ്സിന്റെ പെരിഫറൽ ഏരിയയിൽ എപ്പോഴും ഈ പറഞ്ഞ വെസിക്കുലർ സൗണ്ട് കേൾക്കുക. മറക്കരുത്. ലങ്സിന്റെ പെരിഫറൽ ഏരിയയിലാണ് എപ്പോഴും ഈ പറഞ്ഞ എന്താ വെസിക്കുലർ സൗണ്ട് കേൾക്കുന്നത്. എപ്പോഴും നമ്മൾ നന്നായിട്ട് കേൾക്കുന്നത് നോർമലി ഇൻസ്പിറേഷൻ സമയത്താണോ ഓർ ദ എക്സ്പിറേഷൻ സമയത്താണോ? നമ്മൾ എപ്പോഴും ഈ പറഞ്ഞ സൗണ്ട് കേൾക്കുന്നത് ഇൻസ്പിറേഷൻ സമയത്താണോ എക്സ്പിറേഷനിലാണോ? വെസിക്കുലർ സൗണ്ട് കേൾക്കുന്നത് ഇൻസ്പിറേഷൻ സമയത്താണോ എക്സ്പിറേഷനിലാണോ? എപ്പോഴാണ്? പഠിക്കുക സിമ്പിൾ ആയ കാര്യമാണ്.
സ്മാൾ എയർവേസിലൂടെ കടന്നു പോകുന്നത് പറയുമ്പോൾ ഇത് ലങ്സിന്റെ സ്മാൾ ഏരിയസ് കടന്നു പോകുന്നത് ഇവിടെ ആയിരിക്കും. ഇവിടെ ഏത് സമയത്താ? ഇൻസ്പിറേഷൻ ആണോ എക്സ്പിറേഷൻ ആണോ? പറഞ്ഞേ. ലങ്സിന്റെ സ്മാൾ ഏരിയസിൽ കടന്നു പോകുമെന്ന് പറയുമ്പോൾ ഇൻസ്പിറേഷൻ ആണോ എക്സ്പിറേഷൻ ആണോ? കടന്നു പോകുക എന്ന് പറയുമ്പോൾ ലങ്സിന്റെ സ്മാൾ ഏരിയസിലൂടെ കടന്നു പോകുക എന്ന് പറയുമ്പോൾ ഇൻസ്പിറേഷൻ സമയത്താണോ എക്സ്പിറേഷൻ സമയത്താണോ വെസിക്കുലർ സൗണ്ട് കേൾക്കുന്നത്? എവിടെ ആയിരിക്കും? ഇവിടെ എവിടെയാ? പറഞ്ഞേ. ഇൻസ്പിറേഷൻ അല്ലേ? ഇൻസ്പിറേഷൻ അല്ലേ? ഇൻസ്പിറേഷൻ അല്ലേ? എല്ലാവരും പറയണം. പല ആൾക്കാരും ഉണ്ട് ഇതിനകത്ത്. ഇത് കുറച്ച് മാത്രം ഉത്തരം പറയുന്നു. എല്ലാവരും പറയണം. ചുമ്മാ കേട്ടുകൊണ്ടിരുന്ന പാസ്സാവില്ല. ചുമ്മാ വെറുതെ കേട്ടുകൊണ്ടിരുന്നാൽ ആരും പാസ്സാവില്ല. ഉത്തരം പറയണം. സിമ്പിൾ ഉത്തരവാ. ഇൻസ്പിറേഷൻ സമയത്താണോ എക്സ്പിറേഷൻ സമയത്താണോ ഈ വെസിക്കുലർ സൗണ്ട് കേൾക്കുന്നത്? ചോദ്യം ഇതായിരുന്നു. കേരള PSC എക്സാം പ്രീവിയസ് ചോദ്യം ഇതായിരുന്നു. ഇൻസ്പിറേഷൻ സമയത്താണോ എക്സ്പിറേഷൻ ആണോ ഇൻസ്പിറേഷൻ? ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. എനിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. വേണമെങ്കിൽ വളരെ വേഗത്തിൽ എല്ലാം കംപ്ലീറ്റ് ചെയ്യല്ലോ. എല്ലാ സിസ്റ്റങ്ങളും വേഗത്തിൽ കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ 2 മണിക്കൂർ പഠിപ്പിക്കുന്ന കാര്യം സിസ്റ്റം കംപ്ലീറ്റ് ചെയ്യല്ലോ. യെസ് ഓർ നോ? നോർമലി നിങ്ങൾ പഠിക്കുന്നത് പോലെ അല്ലാതെ എനിക്ക് വേണമെങ്കിൽ വളരെ വേഗത്തിൽ പലതും കംപ്ലീറ്റ് ചെയ്ത് പോവാം. കാരണം നിങ്ങൾ എല്ലാ ദിവസവും സ്റ്റഡിയോട്ട് കാണാൻ മനസ്സിലാക്കും. പഠിക്കണം, ഇത്രയും പഠിക്കണം അല്ലെ? ശരിയല്ലേ? ഇത്രയും പഠിക്കണം. അവിടെ നിന്നും ഇവിടെ നിന്നും പറഞ്ഞു പോകാതെ ഇത്രയും ഡെപ്തായി പഠിക്കും. കാരണം ചോദ്യം വന്നാൽ എഴുതാൻ സാധിക്കണം. വേണ്ടേ? ചോദ്യം വന്നാൽ എഴുതാൻ സാധിക്കണം. കഷ്ടപ്പെട്ട് പഠിക്കുന്നതാണ്. അത് ഹസ്ബൻഡിൽ ഫീസ് പിടിച്ചു വാങ്ങിയത് അല്ലേ? അടയ്ക്കാൻ വേണ്ടി, ഈ മാസത്തെ ഫീസ് അടയ്ക്കാൻ വേണ്ടി ഹസ്ബൻഡിൽ ഫീസ് പിടിച്ചു വാങ്ങുന്നതാണ്. ജോലിക്ക് പോകുന്നതിൽ നിന്ന് കഷ്ടപ്പെട്ട് അടയ്ക്കുന്നതാണ്. ശരിയല്ലേ? സത്യമല്ലേ? അത് എനിക്ക് അടയ്ക്കുന്ന ഫീസ് ജോലിക്ക് പോകുന്നതിന് കഷ്ടപ്പെട്ട് പിടിച്ചടക്കുന്നതല്ലേ? റൈറ്റ് ഓർ റോങ്? യെസ്. നിങ്ങളുടെ പല ചെലവും ഒഴിവാക്കി പഠിക്കുന്നതല്ലേ? എനിക്കറിയാം. അപ്പൊ ക്ലാസ് വേസ്റ്റാൻ പാടില്ല. അത്രയും ഇൻഡെപ്തായി പഠിക്കുക. ഇനി അങ്ങോട്ട് ഓരോ ക്ലാസ്സും പഠിക്കുന്നത് വളരെ ഇൻഡെപ്ത് ആയിരിക്കും. സോ ഏത് സമയത്താ കൂടുതൽ കേൾക്കുന്നത്? ഇൻസ്പിറേഷൻ സമയത്താണോ എക്സ്പിറേഷൻ ആണോ? ഏത് സമയത്താ കൂടുതൽ എക്സ്പിറേഷൻ ആണോ ഇൻസ്പിറേഷൻ? സിമ്പിളി എവിടെയാ പോകുന്നത്? ആയിരിക്കും. ഏത് സമയത്താണ്? ഇൻസ്പിറേഷൻ അല്ലേ? സ്മാളർ എയർവേസിലൂടെ എപ്പോഴും പോകുന്നതാ? ഇൻസ്പിറേഷൻ ആണ്. അപ്പോൾ അത് പെരിഫറൽ ആണോ? അപ്പോൾ അത് കേൾക്കുന്നത് പെരിഫറൽ ആണോ? ആണല്ലേ? അപ്പോൾ അത് പെരിഫറൽ ആണല്ലേ? സോ അപ്പോൾ വെസിക്കുലർ സൗണ്ട് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് സൗണ്ട് ആണ്. വെസിക്കുലർ സൗണ്ട് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് സൗണ്ട് ആണ്. ആക്ച്വലി ഇൻസ്പിറേഷൻ കേൾക്കുന്നത് അല്ലേ? ഇൻസ്പിറേഷൻ കേൾക്കുന്നത്. സോ അവിടെ റേഷ്യോ ഉണ്ട്. റേഷ്യോ അറിയാമോ? ഇൻസ്പിറേഷനും എക്സ്പിറേഷനുള്ള റേഷ്യോ അറിയാമോ? 5:2 ആണോ? 5:2 ആണോ? ഈ വെസിക്കുലർ സൗണ്ട് കേൾക്കുന്ന റേഷ്യോ എത്രയാ? വെസിക്കുലർ സൗണ്ട് കേൾക്കുന്ന റേഷ്യോ എത്രയാ? 5:2 ആണ്. ഇൻസ്പിറേറ്ററി ആൻഡ് എക്സ്പിറേറ്ററി റേഷ്യോ എന്ന് പറയുന്നത് 5:2 റേഷ്യോ ആണ്. 5:2 എന്ന് പറയുമ്പോൾ ഇൻസ്പിറേഷൻ 5 ടൈംസ്, എക്സ്പിറേഷൻ 2 ടൈംസ് ആയിട്ട് പ്രധാനമായിട്ട് വരുന്നത്. അങ്ങനെയെങ്കിൽ എത്ര ടൈംസ് ഇൻസ്പിറേഷൻ കൂടില്ല? എത്ര? ഈ 2:5 എന്ന് പറയുമ്പോൾ 5:2 എന്ന് പറഞ്ഞാലോ എത്ര ടൈംസ് കൂടുതലായിരിക്കും? നോർമലി ഇത് എക്സ്പിറേഷനെക്കാട്ടിലും ഇത് കൂടുതലായിരിക്കും. ഇത് 5 ടൈംസ് ആണോ? 5 ടൈംസ് ആണോ? ആണല്ലേ? 5 ടൈംസ് കൂടുതലല്ലേ? സോ സ്മാളർ വെസിക്കിലൂടെ എയർ പാസ് ചെയ്യുമ്പോൾ കേൾക്കുന്ന സൗണ്ട് ഏതാ?
സ്മാളർ വെസിക്കിൾസിലൂടെ എയർ പാസ് ചെയ്ത് പോകുമ്പോൾ അവിടെ കടന്നു പോകുമ്പോൾ സൗണ്ട് ഏതാ? ചോദ്യം വരും, സ്മാളർ വെസിക്കിൾസിലൂടെ കടന്നു പോകുമ്പോൾ എയർ കടന്നു പോകുമ്പോൾ കേൾക്കും സൗണ്ട് ഏതാ? വെസിക്കുലർ സൗണ്ട് അല്ലേ? വെസിക്കുലർ സൗണ്ടാ കേൾക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് സൗണ്ട് ഏത് ഏരിയയില? പെരിഫറൽ ഏരിയയിലെ. പെരിഫറൽ അല്ലേ? പെരിഫറൽ ആണ്. ഇനി ഇൻസ്പിറേഷൻ സമയത്താണോ എക്സ്പിറേഷൻ സമയത്താണോ? ഇൻസ്പിറേഷൻ സമയത്തല്ലേ? ഇൻസ്പിറേഷൻ സമയത്ത് കൊടുക്കുന്നതല്ലേ റേഷ്യോ? the 2.5 times അല്ലേ? the 2.5 times ആണ് റേഷ്യോ എന്ന് പറയുന്നത്. ഫസ്റ്റ് കിട്ടിയോ? ഫസ്റ്റ് ആയി കിട്ടിയോ? വെസിക്കുലർ കിട്ടിയോടെ? വെസിക്കുലർ വെസിക്കുലർ ഇതാ പഠിക്കുന്നത്. എന്താ പഠിക്കുന്നത്? ഇത് ബ്രസ് സൗണ്ട് അല്ലേ? ബ്രസ് സൗണ്ടിനകത്ത് നോർമൽ, ബ്രസ് സൗണ്ടിനകത്ത് വെസിക്കുലർ കണ്ടു അല്ലേ? ബ്രസ് സൗണ്ട്സിനകത്ത് നോർമൽ, ബ്രസ് സൗണ്ടിനകത്ത് വെസിക്കുലർ കണ്ടു. ശരിയല്ലേ? അല്ലേ? ബ്രസ് സൗണ്ടിനകത്ത് നോർമൽ, ബ്രസ് സൗണ്ടിനകത്ത് വെസിക്കുലർ കണ്ടു. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഞാൻ സ്പീഡിലല്ല പറയുന്നത്, ഓരോ കാര്യം ചോദിച്ച് ചോദിച്ച് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഉണ്ടോ? സമയത്ത് ആഹാരം കഴിക്കുന്നുണ്ടോ? സമയത്തിന് ആഹാരം കഴിക്കുന്നുണ്ടോ? സമയത്തിന് ആഹാരം കഴിക്കുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഈ പറഞ്ഞ ഇടയായിട്ട്, ഈ പറഞ്ഞ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ പറഞ്ഞ എന്റെ ആഹാര രീതി മാറി. ജസ്റ്റ് ഒന്നരേ ഉള്ളൂ. ഒരു നേരമോ ഒന്നര രീതിയേ ഉള്ളൂ. എന്താ? സമയത്ത് ഉറക്കമില്ലല്ലോ. സമയത്ത് സ്ലീപ്പിംഗ് കിട്ടുന്നില്ലല്ലോ. അറിയാലോ, പറയേണ്ട ആവശ്യമില്ല. എനിക്ക് ഉറക്കമില്ല. എനിക്ക് ഉറക്കമില്ല. ഫുഡിന്റെ പാറ്റേൺ മാറി. ഫുഡിന്റെ പാറ്റേൺ മാറി. അല്ലേ? ശരിയല്ലേ? അറിയാലോ. ശരിയല്ലേ? അറിയാലോ. ഞാൻ ഓരോ കാര്യം വ്യക്തം പറയാം. ശരിയല്ലേ? അറിയാലോ. കുറെ മാസങ്ങളായിട്ട് ഞാൻ കൃത്യമായിട്ട് ഓരോ കാര്യം പഠിപ്പിക്കുകയാണ്. അതുപോലെ പഠിക്കുക. ഈയിടെയായിട്ട് തന്നെ ഇപ്പൊ ഫുഡ് കഴിക്കാനേ തോന്നില്ല. വിശപ്പില്ലായ്മ ഉണ്ടാകും. വിശപ്പില്ല. എന്താ സുഖടെ? വിശപ്പില്ല എന്താ സുഖ? നീ ഉണ്ടോ? നീ ഉണ്ടോ? ടെൻഷൻ ഒന്നുമില്ല. ടെൻഷനോ? ആർക്ക് ടെൻഷൻ? ടെൻഷൻ ഒന്നുമില്ല. എനിക്ക് ഒറ്റ ടെൻഷനേ ഉള്ളൂ. നിങ്ങൾ പഠിച്ചാൽ മതി. എനിക്ക് ടെൻഷൻ ഇല്ല. ടെൻഷൻ കാരണം അറിയാമോ? ആൾറെഡി എന്റെ കയ്യിൽ എല്ലാ കാര്യവും ഉണ്ട്. ആൾറെഡി നിങ്ങൾക്ക് വിജയിക്കാനുള്ള കാര്യം എല്ലാം എന്റെ ഉണ്ട്. പക്ഷെ അത് ഒരുമിച്ച് തന്നെ പഠിക്കില്ല. ശരിയല്ലേ? ആൾറെഡി നിങ്ങൾക്ക് വിജയിക്കാനുള്ള എല്ലാ കാര്യവും എന്റെ കയ്യിലുണ്ട്. പക്ഷെ അത് ഒരുമിച്ച് തന്നെ പഠിക്കും ഇല്ല. ഒരുമിച്ച് എല്ലാ നോട്ട്സും റെക്കോർഡിങ്സും എല്ലാം തന്നു കഴിഞ്ഞാൽ പഠിക്കും. എല്ലാം കൂടെ ഒരു നിന്ന് പഠിക്കില്ല. ഒരിക്കലും പഠിക്കില്ല. ഓരോ ദിവസവും തന്നാൽ മാത്രമേ പഠിക്കത്തുള്ളൂ. എനിക്കറിയാം. ഓരോ ദിവസവും തന്നാൽ മാത്രമേ കൃത്യപ്പെടൂ. അല്ലാതെ ഞാൻ ഒരുമിച്ച് ഓരോ സിസ്റ്റം വൈസായിട്ട് ഓരോ ചാപ്റ്റർ വൈസ് നോട്ട്സ് ഒരുമിച്ച് തന്നാൽ ആരും പഠിക്കില്ല. ഒരാളും പഠിക്കില്ല. അയ്യോ, ഇതെന്താ വിചാരിക്കും അല്ലേ? പക്ഷെ ഓരോ ദിവസം കഴിയുന്നതോറും പഠിക്കാനുള്ള എന്താണ് അത് ആഗ്രഹം കൂടണം. അതാണ് ഓരോ പഠിക്കുന്നത് കേട്ടോ. സോ ഫസ്റ്റ് ഹാർഡ് സൗണ്ട് ക്ലിയർ ആയി. ഫസ്റ്റ് ഹാർഡ് സൗണ്ട് ക്ലിയർ ആയി. ഏതാ പഠിച്ചത്? വെസിക്കുലർ അല്ലേ? ഇനി വെസിക്കുലർ കേൾക്കുമ്പോൾ അത് ഏറ്റവും കൂടുതലുള്ളത് ഇൻസ്പിറേഷനിലാണോ എക്സ്പിറേഷനിലാണോ? ഇനി എപ്പോഴെങ്കിലും വെസിക്കുലർ ഹാർഡ് സൗണ്ട് കേട്ടാൽ അത് ഏറ്റവും കൂടുതലുള്ളത് ഇൻസ്പിറേഷനിലാണോ എക്സ്പിറേഷനിലാണോ? ഇൻസ്പിറേഷനിലാണല്ലേ? മറക്കില്ലല്ലോ. മറക്കില്ല. കാരണം ഇത്രയും വർഷം കൊണ്ട് ആരെങ്കിലും വെസിക്കുലർ ഹാർഡ് സൗണ്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല. വെസിക്കുലർ സൗണ്ട് ഇല്ല, കേട്ടിട്ടില്ല. അതെ, റെസ്പിറേഷനകത്ത് വെസിക്കുലർ കേട്ടിട്ടില്ല. അത് കഴിഞ്ഞു. സെക്കൻഡ് ഏതാ? ബ്രോങ്കോ വെസിക്കുലർ ഉണ്ട്. സെക്കൻഡ് ടൈപ്പ് ഏതാ? വെസിക്കുലർ കഴിഞ്ഞാൽ രണ്ടാമത് ആരാ? ബ്രോങ്കോ വെസിക്കുലർ. വെസിക്കുലർ പഠിച്ചു. സെക്കൻഡ് ടൈപ്പ് ഏതാ? ബ്രോങ്കോ വെസിക്കുലർ. എന്തായിരിക്കും? ബ്രോങ്കോ വെസിക്കുലറോ? എന്താ എന്ന് മനസ്സിലാവും. എന്തായിരിക്കും? ബ്ലഡ് സൗണ്ടിനകത്ത് വെസിക്കുലർ കഴിഞ്ഞാൽ രണ്ടാമത് ടൈപ്പാണ് ബ്രോങ്കോ വെസിക്കുലർ. ബ്ലഡ് സൗണ്ടിനകത്ത് ഫസ്റ്റ് വെസിക്കുലർ പഠിച്ചെങ്കിൽ രണ്ടാമത് വരുന്ന ആളാണ് ബ്രോങ്കോ വെസിക്കുലർ എന്ന് പറയുന്നത്. എന്തായിരിക്കും പേര്? ഫെമിലിയർ ആക്കും. എന്തായിരിക്കും ബ്രോങ്കോ? ഏതായിരിക്കും?
പണ്ട് കോളേജിലോ സ്കൂളിലോ പഠിച്ച സമയത്ത് ഒരു വലിയ പൈപ്പിലൂടെ പോകുന്ന സൗണ്ട് കേട്ടതാണെങ്കിൽ, ഒരു വലിയ പൈപ്പിലൂടെ പോകുന്ന സൗണ്ട് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അത് വെച്ച് പണ്ട് സ്കൂളിലോ കോളേജിലോ ഇപ്പോഴോ ഇന്നലെയോ കഴിഞ്ഞ ദിവസമോ വലിയ പൈപ്പിലൂടെ പോകുന്ന സൗണ്ട് ഒരു ചെവി വെച്ച് കേട്ടിട്ടുണ്ടോ? എപ്പോഴും കേട്ടിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഫൂ ഫൂ സൗണ്ട് കേട്ടിട്ടുണ്ടോ? ഫൂ അല്ലല്ലോ. ഉണ്ടോ? പറയാറേ, പണ്ട് എപ്പോഴും ഒരു വലിയ പൈപ്പിലൂടെ സൗണ്ട് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലേടേ, പറഞ്ഞേടേ. ഒരു വലിയ പൈപ്പിലൂടെ പോകുന്ന സൗണ്ട് എപ്പോഴെങ്കിലും സാഹചര്യം കൊണ്ട് കേട്ടിട്ടുണ്ടോ? ഉണ്ട് 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 ഉണ്ട്. സോ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ബ്രോങ്കോ വെസിക്കുലർ സൗണ്ട് കേൾക്കുന്നത്? എന്തുകൊണ്ടാണ് ബ്രോങ്കോ വെസിക്കുലർ സൗണ്ട് കേൾക്കുന്നത് എന്ന് പറയും? അത്യാവശ്യം വലിയ ലാർജർ. ബാക്കി പറഞ്ഞേ. ഞാൻ പൈപ്പ് എന്ന് പറഞ്ഞിടത്ത് ഇവിടെ എന്ത് വരും? ഞാൻ പൈപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്ത് വാക്ക് വരും? അത്യാവശ്യം വലിയ ലാർജർ. ബാക്കി പറഞ്ഞേ. അത്യാവശ്യം വലിയ ലാർജർ. ബാക്കി പറഞ്ഞേ. എയർവേസ് അല്ലേ? അത്യാവശ്യം വലിയ ലാർജർ എയർവേസിലൂടെ കടന്നു പോകുന്ന, എയർ പാസ് ചെയ്ത് പോകുന്നതിനെ സൗണ്ട് ഏതാ? അത്യാവശ്യം വലിയ ലാർജർ എയർവേസ് അല്ലേ? ചെറുതല്ല, ചെറുതല്ല. ആണുണ്ടോ? ചെറുതേതാ? ചെറുതേതാ? ചെറുതാണെങ്കിൽ ഏതാ? വെസിക്കുലർ ആണോ? ചെറുതാണെങ്കിൽ ഏതാ? വെസിക്കുലർ ആണോ? ചെറുതാണെങ്കിൽ വെസിക്കുലർ അല്ലേ? ചെറിയ എയർവേസ് ആണെങ്കിൽ വെസിക്കുലർ ആണ്. പക്ഷേ അത്യാവശ്യം വലിയ ലാർജർ എയർവേസിലൂടെ പോകുന്ന സൗണ്ടിനെ പറയുന്ന പേരെന്താ? ബ്രോങ്കോ വെസിക്കുലർ സൗണ്ട് അല്ലേ? ഇത് എവിടെയാണ് കേൾക്കുന്നത്? എപ്പോഴൊക്കെ? ബ്രോങ്കി ആണോ? ബ്രോങ്കിയോട്സ് ആണോ? ബ്രോങ്കി ഓർ ബ്രോങ്കിയോട്സ്? ബ്രോങ്കി ബ്രോങ്കിയോട്സ്. അവിടെയാണ് തെറ്റുവരുന്നത്. ബ്രോങ്കിയിലാണോ ബ്രോങ്കിയോട്സ് ആണോ? ബ്രോങ്കിയോട്സ് ആണോ ബ്രോങ്കിയാണോ? കമ്പയർ ചെയ്താടെ. ലാർജ് ആണ് നമ്മുടെ ബോഡിക്കകത്ത്, ലങ്സിനകത്ത്. ബ്രോങ്കി ആണോ വലുത്? ബ്രോങ്കിയോട്സ് ആണോ വലുത്? തെറ്റിക്കാതെ പറഞ്ഞേ. ബ്രോങ്കി ആണോ വലുത് ഓർ ബ്രോങ്കിയോട്സ് ആണോ വലുത്? ബ്രോങ്കി. കമ്പാരിറ്റീവ്ലി ബ്രോങ്കിയാണ് വലുത് അല്ലേ? അപ്പോ ബ്രോങ്കിയിലൂടെ കടന്നു പോകുമ്പോൾ, ബ്രോങ്കിയിലൂടെ എയർ പാസ് ചെയ്ത് പോകുമ്പോൾ ബ്രോങ്കിയിലൂടെ എയർ പാസ് ചെയ്ത് പോകുമ്പോൾ കേൾക്കുന്ന സൗണ്ടിനെ പറയുന്ന പേരെന്താ? ബ്രോങ്കിയിലൂടെ എയർ പാസ് ചെയ്ത് പോകുമ്പോൾ കേൾക്കുന്ന സൗണ്ട് ഏതാ? ബ്രോങ്കോ വെസിക്കുലർ സൗണ്ട് എന്ന് പറയാം. ബ്രോങ്കിയിലൂടെ പാസ് ചെയ്ത് പോകുന്ന സൗണ്ട് ഏതാ? ബ്രോങ്കോ വെസിക്കുലർ സൗണ്ട്. ഇത് പഠിക്കണമെങ്കിൽ അറിയേണ്ട മെയിൻ കാര്യം ഏതാ? കമ്പാരിറ്റീവ്ലി ലങ്സിനകത്ത് ബ്രോങ്കിയാണോ ബ്രോങ്കിയോൾസ് ആണോ വലുത്? ബ്രോങ്കിയാണ് വലുത് അല്ലേ? ബ്രോങ്കിയോൾസ് ചെറുതാണ്. അപ്പൊ ബ്രോങ്കിയിലൂടെ കടന്നു പോകുന്ന എയറിനെ ആ സൗണ്ട് വിളിക്കുന്നത് എന്താ? ബ്രോങ്കോ വെസിക്കുലർ സൗണ്ട് എന്ന് വിളിക്കാം. ഇനി ഇത് കേൾക്കുന്ന സ്ഥലമാണ് വ്യത്യസ്തം. എപ്പോഴും തെറ്റുപറ്റാറുണ്ട്. ഇത് കേൾക്കുന്ന സ്ഥലം എവിടെയാ? ഇത് കേൾക്കുന്ന സ്ഥലമാണ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത്. എവിടെയാ? ലങ്സിലാണോ? ക്ലാവിക്കിലാണോ? സ്കാൽപ്പുലാണോ? എവിടെയാടെ? ലങ്സിലാണോ? ക്ലാവിക്കിലാണോ? സ്കാൽപ്പുലാണോ? ബ്രോങ്കോ വെസിക്കുലർ സൗണ്ട് കേൾക്കുന്നത് ലങ്സിലാണോ? ക്ലാവിക്കിലാണോ? സ്കാൽപ്പുലാണോ? സ്കാൽപ്പുല. ബിറ്റ്വീൻ ദ സ്കാൽപ്പുല അല്ലേ? ഇറ്റ്സ് ഹെയർ ബിറ്റ്വീൻ ദ സ്കാൽപ്പുല അല്ലേ? രണ്ട് സ്കാൽപ്പുലയുടെ ഇടയിലല്ലേ? അല്ലേ? അല്ലേ? രണ്ട് സ്കാൽപ്പുലയുടെ ഇടയിൽ കേൾക്കുന്ന സൗണ്ട് ഏതാ? രണ്ട് സ്കാൽപ്പുലയുടെ ഇടയിൽ കേൾക്കുന്ന സൗണ്ട് ഏതാ? ബ്രോങ്കോ വെസിക്കുലർ അല്ലേ? ശരിയല്ലേ? ബ്രോങ്കോ വെസിക്കുലർ. അതുപോലെ തന്നെ സ്റ്റേണത്തിന്റെ ലാറ്ററൽ ഭാഗത്തും, അതുപോലെ തന്നെ സ്റ്റേണത്തിന്റെ ലാറ്ററൽ ഭാഗത്തും കേൾക്കാറുണ്ട്. രണ്ട് ഈ പറഞ്ഞ എന്താണ്? ഇവ സ്കാൽപ്പുലയിലും, രണ്ട് സ്കാൽപ്പുലയുടെ ഇടയിലും, അതുപോലെ തന്നെ ഈ പറഞ്ഞ സ്റ്റേണത്തിന്റെ ലാറ്ററൽ ഭാഗത്തും, അതുപോലെ തന്നെ ഫസ്റ്റും സെക്കൻഡും ഇന്റർകോസ്റ്റൽ സ്പേസിലും കേൾക്കുന്ന സൗണ്ട് ഏതാ? ചോദ്യം ഇതാണ്. ഫസ്റ്റും സെക്കൻഡും ഇന്റർകോസ്റ്റൽ സ്പേസിലും, സ്കാൽപ്പുലയുടെ ഇടയിലും,
അതുപോലെ തന്നെ സ്റ്റേണത്തിന്റെ ലാറ്ററൽ ഭാഗത്തും കാണപ്പെടുന്ന സൗണ്ട് ഏതാ? കേൾക്കുന്ന സൗണ്ട് ഏതാ? കാണപ്പെടുന്നതല്ല, കേൾക്കുന്നത്. സ്റ്റേണത്തിന്റെ ലാറ്ററൽ ഭാഗത്തും സ്കാൽപുലയുടെ ഇടയിലും അതുപോലെ തന്നെ ഫസ്റ്റും സെക്കൻഡും ഇന്റർ കോസ്റ്റൽ സ്പേസിൽ കേൾക്കുന്ന സൗണ്ട് ഏതാ? ചോദ്യം വരും. ഫസ്റ്റും സെക്കൻഡും ഇന്റർ കോസ്റ്റൽ സ്പേസിലും സ്റ്റേണത്തിന്റെ ലാറ്ററൽ എൻഡിലും രണ്ട് സ്കാൽപുലയ്ക്കിടയിൽ സൗണ്ട് ഏതാ? ബ്രോങ്കോ, 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 ബ്രോങ്കോ. ബാക്കി പറഞ്ഞു വെസിക്കുലർ, വെസിക്കുലർ അല്ലേ? ചോദിക്കട്ടെ, ഇത് ട്രക്കിയിൽ നിന്നും ഇത് ലെഫ്റ്റും റൈറ്റ് ആയിട്ടാണോ ഇത് ബ്രോങ്കിൽ പോകുന്നത്? ട്രക്കിയിൽ നിന്നും ഇത് ലെഫ്റ്റും റൈറ്റുമായിട്ടാണോ ഇത് ബ്രോങ്കിൽ പോകുന്നത്? ആണ്. അപ്പൊ അവിടെ കേൾക്കത്തില്ലേ? അവിടെ കേൾക്കത്തില്ലേ? കേൾക്കോ? അവിടെ കേൾക്കോ? ഇത് ട്രക്കിൽ നിന്ന് ലെഫ്റ്റും റൈറ്റ് ആയിട്ട് പോകുന്ന അവിടെ സൗണ്ട് കേൾക്കോ? കേൾക്കും. ഇത് കമ്പാരിറ്റീവ്ലി സ്മാളർ എയർവേസ് ആണോ ലാർജ് എയർവേസ് ആണോ? കമ്പാരിറ്റീവ്ലി സ്മാളർ ആണോ ലാർജർ ആണോ? ലാർജർ അല്ലേ? ലാർജർ അല്ലേ? ലാർജർ അല്ലേ? ആ. മാത്രമല്ല സ്കാപ്പുലയുടെ ഇടയിലും കേൾക്കാ. സൗണ്ട് കേൾക്കാമോ? സൗണ്ട് കേൾക്കാമോ? നോർമലി ഇപ്പൊ സ്കാൽപുലയുടെ ഇടയിൽ അറിയാമോ? നോർമലി സ്കാൽപുലയുടെ ഇടയിൽ സൗണ്ട് കേൾക്കും അറിയാമോ? ഇല്ലല്ലോ, ഇല്ലല്ലോ. അറിയാമോ? ഏത് സൗണ്ട് അറിയാമോ? സ്കാൽപുലയുടെ ഇടയിൽ സൗണ്ട് കേൾക്കും അറിയാമോ? ഇല്ലല്ലോ, ഇല്ല, അറിയില്ല. പക്ഷെ ഈ പഠിക്കുക, സ്കാൽപുലയുടെ സൗണ്ട് ഏതാ? രണ്ട് സ്കാൽപുലയ്ക്കിടയ്ക്ക് സൗണ്ട് ഏതാ? ഏത് സൗണ്ട് ഏതാ? സൗണ്ട് ഏതാ? പേരേതാ? പേര് പേരെന്താ? ദ ബ്രോങ്കോ വെസിക്കുലർ അല്ലേ? സ്കാൽപുലയ്ക്കിടയ്ക്ക് സൗണ്ട് ഏതാ? ദ ബ്രോങ്കോ വെസിക്കുലർ. അത് മാത്രമല്ല സ്റ്റേണത്തിന് ലാറ്ററൽ എൻഡിൽ സൗണ്ട് ഏതാ? സ്റ്റേണത്തിന് ലാറ്ററൽ എൻഡിൽ സൗണ്ട് ഏതാ? അതും ബ്രോങ്കോ വെസിക്കുലർ ആണ്. അതുപോലെ തന്നെ റിബ്സിന്റെ ഇന്റർകോസ് സ്പേസിന്റെ ഫസ്റ്റും സെക്കൻഡിലും അതും ഈ പറഞ്ഞ ദ ബ്രോങ്കോ വെസിക്കുലർ ആണ്. ഇത് ക്ലിയർ? സെക്കൻഡ് സൗണ്ട് കിട്ടിയോ? സെക്കൻഡ് ദ ബ്രത്ത് സൗണ്ട് കിട്ടിയോ? രണ്ട് സൗണ്ട് കിട്ടിയോ? കിട്ടി, രണ്ട് സൗണ്ട് കിട്ടി. പണ്ട് എപ്പോഴും പഠിക്കുന്നത് എന്താ? ഡാൻസ് സൗണ്ട് അല്ലേ? പണ്ട് എപ്പോഴും കാണാൻ പഠിക്കുന്നത് എന്താ? ഡാൻസ് സൗണ്ട് മാത്രമല്ലേ? പണ്ട് എപ്പോഴും പഠിക്കുന്ന സൗണ്ട് ഹാർട്ട് സൗണ്ട് മാത്രമല്ലേ? വർഷം മുമ്പ് പഠിക്കാൻ എന്താ? ഹാർട്ട് സൗണ്ട് മാത്രമല്ലേ? പക്ഷെ ഇതുവരെ ആരെങ്കിലും ഇത് ബ്രത്ത് സൗണ്ട് പഠിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഇത് ബ്രത്ത് സൗണ്ട്സ് പഠിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ, ഇല്ലല്ലോ, ഇല്ല. പഠിക്കുക. ചോദ്യം വരും, ചോദ്യം വരും, ചോദ്യം വരും. ഇവിടെ ചോദ്യം വിട്ടുപോയി. നമ്മൾ കഴിഞ്ഞ ദിവസം ഇല്ലേ, നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് ക്വസ്റ്റ്യൻ ഡിസ്കഷനകത്ത് ആ 2021 ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഏറ്റവും അവസാനം നമ്മൾ സ്റ്റോപ്പ് ചെയ്തോടെ ഫസ്റ്റ് 10 സെറ്റ് ആണോ അത് ഫസ്റ്റ് 20 ആണോ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ സ്റ്റോപ്പ് ചെയ്തോടെ വെച്ച 10 അല്ലേ? 10 അല്ലേ? ഫസ്റ്റ് 10 അല്ലേ? ഓക്കെ, 10 അല്ലേ? ഓക്കെ. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? എവിടെ? ഓർമ്മയുണ്ടോ? 10 അല്ലേ? 10 അല്ലേ? 10 അല്ലേ? 10 ക്വസ്റ്റ്യൻ 4 ഓപ്ഷൻ. ഓക്കെ, നോക്കാം. സോ ഫസ്റ്റ് രണ്ട് സൗണ്ട് കിട്ടി. ഫസ്റ്റ് രണ്ട് ബ്രത്ത് സൗണ്ട് കിട്ടി. മൂന്നാം കണ്ടോ? മൂന്നാമത്തെ സൗണ്ട് ഏതാ? ഫസ്റ്റ് രണ്ട് ബ്രത്ത് സൗണ്ട് കിട്ടി. മൂന്നാമത്തെ പേരെന്താ? ദ ബ്രോങ്കിൽ അല്ലെങ്കിൽ ദ ട്യൂബുലാർ എന്ന് വിളിക്കാം. ഫസ്റ്റ് രണ്ട് ബ്രത്ത് സൗണ്ട് കിട്ടിയെങ്കിൽ മൂന്നാമത്തെ പേരാണ് ദ ബ്രോങ്കിൽ അല്ലെങ്കിൽ ദ ട്യൂബുലാർ സൗണ്ട് എന്ന് വിളിക്കാം. ഇത് എങ്ങനെ സൗണ്ട് ആയിരിക്കും? ഇത് എങ്ങനെയുള്ള സൗണ്ട് ആയിരിക്കും? ദ ബ്രോങ്കിൽ അല്ലെങ്കിൽ ദ ട്യൂബുലാർ സൗണ്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള സൗണ്ട് ആയിരിക്കും?
ആർക്ക് പറയാം? വളരെ ലാർജ് സൗണ്ട് ആണോ? വളരെ ലൗഡ് സൗണ്ട് ആണോ? ദ ബ്രോങ്കിയൽ അല്ലെങ്കിൽ ട്യൂബുലാർ സൗണ്ട് എന്ന് പറയുമ്പോൾ വളരെ ലൗഡ് സൗണ്ട് ആണോ? ആണ്. ആലോചിക്കുക, ബ്രോങ്കിയൽ അല്ലെങ്കിൽ ട്യൂബുലാർ സൗണ്ട് എന്ന് പറയുമ്പോൾ വളരെ ലൗഡ് സൗണ്ട് ആണോ? ലൗഡ് ആണോടെ? ലൗഡ് ആണോ? ആണല്ലേ? ശരിയല്ലേ? ദ ബ്രോങ്കിയൽ അല്ലെങ്കിൽ ട്യൂബുലാർ എന്ന് പറയുമ്പോൾ വളരെ ലൗഡ് സൗണ്ട് ആണ്. പിച്ച് അടിക്കും. ഒരാൾക്കുള്ള ലൗഡ് സൗണ്ട് എന്ന് പറയുമ്പോൾ പിച്ച് അടിക്കും. ഹൈ പിച്ച് ലോ പിച്ച് ആണോ? ഒരാൾക്ക് സൗണ്ട് ലൗഡ് എന്ന് പറയുമ്പോൾ ഹൈ പിച്ച് ആണ് ലോ പിച്ച് ആണ്? ഹൈ പിച്ച് അല്ലേ? ഹൈ പിച്ച് അല്ലേ? അപ്പോൾ വളരെ ഹാർഷ് ആയിട്ടുള്ള ലൗഡ് സൗണ്ട് ആണ്. അതുപോലെ തന്നെ ഹൈ പിച്ച് സൗണ്ട് ആണ്. ഇത് എപ്പോഴാണ് കേൾക്കുന്നത്? ഇത് എവിടെയാണ് കേൾക്കുന്നത്? എപ്പോഴാണ് കേൾക്കുന്നത്? എന്തുകൊണ്ടാണ് കേൾക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ ഒരു സൗണ്ട് കേൾക്കുന്നത്? ബ്രോങ്കിയൽ അല്ലെങ്കിൽ ട്യൂബുലർ സൗണ്ട് എന്തുകൊണ്ടാണ് കേൾക്കുന്നത്? എപ്പോഴാണ് കേൾക്കുന്നത്? എങ്ങനെ കേൾക്കും? പറഞ്ഞേ. ഇത് എയർ എവിടെ പാസ് ചെയ്യും? ഇവിടെ ഇത് എയർ എവിടെ പാസ് ചെയ്യും? ട്രക്കിയുടെ അപ്പർ പാർട്ടാണോ ലോവർ പാർട്ടാണോ? ട്രക്കിയുടെ ലോവർ പാർട്ടാണോ അപ്പർ പാർട്ടാണോ? ട്രക്കിയുടെ അപ്പർ പാർട്ടാണോ ലോവർ പാർട്ടാണോ ഈ പറഞ്ഞതിന്റെ എയർ കടന്നു പോകുന്നത്? ആർക്ക് പറയാൻ? ആർക്ക് പറയാൻ? ലോവർ അല്ലേ? ലോവർ അല്ലേ? ഇത് എയർ പാസിംഗ് ത്രൂ എവിടെയാ? ലോവർ പാർട്ട് ഓഫ് ട്രക്കിയല്ലേ? എയർ പാസിംഗ് ത്രൂ ലോവർ പാർട്ട് ട്രക്കിയല്ലേ? ലോവർ പാർട്ട് എന്ന് പറയുമ്പോൾ എവിടെയായിരിക്കും? ഇത് ക്ലാവിക്കിൾ തൊട്ട് മുകളിലാണോ? ലോവർ പാർട്ട് ഓഫ് ട്രക്കിയ എന്ന് പറയുമ്പോൾ ക്ലാവിക്കിളിന്റെ തൊട്ട് മുകളിലാണോ? അതാ ചോദ്യം. ചിലപ്പോൾ ആലോചിക്കും, ആണോ? ലോവർ പാർട്ട് ഓഫ് ട്രക്കിയ എന്ന് പറയുമ്പോൾ ക്ലാവിക്കിളിന്റെ തൊട്ട് മുകളിലാണോ? ആണോടെ? ലോവർ പാർട്ട് ഓഫ് ട്രക്കിയ എന്ന് പറയുമ്പോൾ ക്ലാവിക്കിളിന്റെ തൊട്ട് മുകളിലാണോ? ആണ്. ശരിയല്ലേ? ആണ്. സോ ക്ലാവിക്കിളിന് തൊട്ട് മുകൾ കേൾക്കുന്ന സൗണ്ടിനെ വിളിക്കുന്ന പേരെന്താ? അതായിരുന്നു ചോദ്യം. ക്ലാവിക്കിളിന്റെ തൊട്ട് മുകൾ കേൾക്കുന്ന സൗണ്ടിനെ പറയുന്ന പേരെന്താ? എന്ത് പേരാ? എന്ത് പേരാ? ഇത് ബ്രോങ്കോ വെസിക്കുലാർ ആണോ, വെസിക്കുലാർ ആണോ, ഓർ ട്യൂബുലാർ ആണോ? ഏതാ ഏതാ ഏതാ? പറഞ്ഞേ പറഞ്ഞേ പറഞ്ഞേ. ബ്രോങ്കി അല്ലെങ്കിൽ പറഞ്ഞിടയില്ല. ഇനിയും നോക്കി നമുക്ക് കാണിച്ചു തരാം. ബ്രോങ്കി അല്ലെങ്കിൽ ട്യൂബുലാർ. ബ്രോങ്കി അല്ലെങ്കിൽ ട്യൂബുലർ. ഇവിടെ പഠിക്കുമ്പോ ഞാൻ പിന്നെയും പറഞ്ഞു തരാം. ഇത് ബെഡിൽ കിടന്ന് പഠിക്കരുത്. പഠിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ബെഡിൽ കിടന്ന് പഠിക്കരുത്. എനിക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല എങ്കിലും പറയാണ്, പഠിക്കുമ്പോൾ ആ ബെഡിൽ കിടന്ന് പഠിക്കരുത്. ഓക്കെ? ഇരുന്ന് പഠിക്കണം. ഇരുന്ന് പഠിക്കണം. ഇരുന്ന് ഒരു ടേബിളിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് പഠിക്കണം. ഒരു ടേബിളോ ഒരു ബെഞ്ചോ ഡെസ്കോ എന്തായിക്കോട്ടെ, ഇരുന്ന് പഠിക്കണം. ആ ചെയറിൽ ഇരുന്ന് പഠിക്കണം. കിടന്ന് പഠിക്കരുത്. ഒരിക്കലും ഒരു ബെഡിൽ കിടന്ന് പഠിക്കരുത്. എന്നുണ്ടോ? രാത്രിയായി, നീ കിടന്ന് പഠിക്കുക അല്ലേ? രാത്രിയായി ഹെഡ്സെറ്റ് വെച്ച് വേണമെങ്കിൽ പഠിക്കുക അല്ലേ? പഠിക്കുക. ആണോ? ആണോ? ചോദിക്കും. സ്കാൽപുലയുടെ ഇടയിൽ സൗണ്ട് ഏതാ? സ്കാൽപുലയുടെ ഇടയിൽ സൗണ്ട് ഏതാ? സ്കാൽപുലയുടെ ഇടയ്ക്കുന്ന ബ്രസ് സൗണ്ട് ഏതാ? ആലോചിക്കും. അങ്ങനെ സൗണ്ട് ഉണ്ടോ? അങ്ങനെ സൗണ്ട് ഉണ്ടോ? നമ്മുടെ ബ്രസ് സൗണ്ട് സ്കാൽപുലയുടെ കേൾക്കും. ബ്രോങ്കോ വെസിക്കുലർ ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റേണത്തിന്റെ ലാറ്ററൽ എൻഡിലേക്ക് സൗണ്ട് ഏതാ? ചോദ്യം വരും. സ്റ്റേണത്തിന്റെ ലാറ്ററൽ എൻഡ് ഭാഗത്ത് കേൾക്കുന്ന ബ്രസ് സൗണ്ട് ഏതാ? അതും ബ്രോങ്കോ വെസിക്കുലർ. അതുപോലെ തന്നെ ഫസ്റ്റും സെക്കൻഡ് ഇന്റർകോസ്റ്റൽ സ്പേസിലേക്ക് സൗണ്ട് ഏതാ? ഫസ്റ്റും സെക്കൻഡും ഇന്റർകോസ്റ്റൽ സ്പേസിലേക്ക് സൗണ്ട് ഏതാ? അതും ബ്രോങ്കോ വെസിക്കുലർ. ചോദ്യം മനസ്സിലായി കാണുമല്ലോ, ഉത്തരവ് മനസ്സിലായി കാണുമല്ലോ. ഞാൻ ചോദ്യം മനസ്സിലായല്ലോ. ഈ ബ്രോങ്കോ വെസിക്കുലർ കേക്ക് സൗണ്ട് സ്ഥലം എവിടെയാ? സ്ഥലം എവിടെയാണ്? സ്ഥലം എവിടെ? ചോദ്യം എവിടേക്കുണ്ട്? സ്കാൽപുലയുടെ ഇടയിലുണ്ട്. അതുപോലെ തന്നെ
സ്റ്റേണത്തിന് ലാറ്ററൽ എൻഡിലുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റും സെക്കൻഡും ഇന്റർകോസ്റ്റൽ സ്പേസിലും ഈ ഒരു സൗണ്ട് കേൾക്കും. ക്ലിയർ ആയോ? കേക്കോ? ക്ലിയർ ആയോ? ഏറ്റവും മെയിൻ ഇവിടെ ആർക്ക് പറയും? ഏറ്റവും മെയിൻ ഇവിടെ സ്കാൽപ്പില. ഏറ്റവും മെയിൻ ആയിട്ട് സ്കാൽപ്പിടയിലാണ്. ഇതിൽ ഏറ്റവും മെയിൻ ആയിട്ട് സ്കാൽപ്പുരിടയിലാണ്. ശേഷം ഈ പറഞ്ഞ എന്താണ് ഈ പറഞ്ഞ ഇവിടെ കേൾക്കൂടെ? എവിടെ കേൾക്കും? സ്റ്റേണത്തിന്റെ ലാറ്ററൽ എൻഡിലും ഫസ്റ്റും സെക്കൻഡ് റിബിലും കേൾക്കാറുണ്ട്. ക്ലിയർ അബൌട്ട് ദ ബ്രോങ്കോവസ്കുലർ? ക്ലിയർ അബൌട്ട് ദ ബ്രോങ്കോവസ്കുലർ? രണ്ടെണ്ണം കിട്ടി. അടുത്തറിഞ്ഞ കാര്യമില്ലേ? അടുത്തറിഞ്ഞ കാര്യം, ഇത് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ഇൻസ്പിറേഷൻ സമയത്താണോ എക്സ്പിറേഷൻ സമയത്താണോ? ഈ പറഞ്ഞ ബ്രോങ്കോ വെസിക്കുലർ കേൾക്കുന്നത് ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷനിലാണോ എക്സ്പിറേഷനിലാണോ? ആലോചിച്ച് പറഞ്ഞു. ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ഇൻസ്പിറേഷൻ എക്സ്പിറേഷൻ ആണോ? ഞാൻ പറയല്ലെന്ന്. ഞാൻ പറയും അല്ല എന്ന്. നമുക്ക് അടുത്തറിയാനുള്ള കാര്യം, ഈ സൗണ്ട് കേൾക്കുന്നത് ഇൻസ്പിറേഷനിലാണോ എക്സ്പിറേഷനിലാണോ? ഞാൻ പറയാനല്ല, രണ്ടും ഈക്വൽ ആണ്. ഇൻസ്പിറേഷനും എക്സ്പിറേഷനും ഈക്വലി കേൾക്കും അല്ലേ? ഇൻസ്പിറേഷൻ സമയത്തും എക്സ്പിറേഷൻ സമയത്തും ഒരുപോലെ ഈക്വൽ കേൾക്കാറില്ലേ? സോ അവിടുത്തെ റേഷ്യോ എന്തായിരിക്കും? 1:1 റേഷ്യോ അല്ലേ? ഇൻസ്പിറേഷൻ സമയത്തും എക്സ്പിറേഷൻ സമയത്തും ഈക്വലി കേൾക്കുമെന്ന് പറയുമ്പോൾ റേഷ്യോ എത്രയാ? 1:1 റേഷ്യോ. മറക്കരുത്. ബ്രോങ്കോ വെസിക്കുലാറിന്റെ റേഷ്യോ ചോദിച്ചാൽ 1:1 റേഷ്യോ അല്ലേ? ആണോ? 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 എങ്കിൽ വെസിക്കുലർ എത്ര റേഷ്യോ പറഞ്ഞു? വെസിക്കുലർ എത്ര റേഷ്യോ പറഞ്ഞു? വെസിക്കുലർ ആണെങ്കിൽ എത്ര റേഷ്യോ പറഞ്ഞു? 2:5 ആണോ 5:2 ആണോ? വെസിക്കുലർ റേഷ്യോ എത്രയാ? റേഷ്യോ 5:2 ആണോ? ഇവിടെ ആണെങ്കിലും ബ്രോങ്കോ വെസിക്കുലർ എത്രയാ? ബ്രോങ്കോ വെസിക്കുലർ 1:1 മറക്കാൻ ചോദിക്കും കേട്ടോ. 1:1 ആണ്, മറക്കരുതേ. ഓക്കെ, നെക്സ്റ്റ് എവിടെ? സൗണ്ട് വേറെ ഉണ്ടോ? വേറെ ഉണ്ടോ? വേറെ സൗണ്ട് ഉണ്ടോ? മൈക്ക് ഓഫ് ചെയ്താലും സൗണ്ട് വേറെ ഉണ്ടോ? വേറെ സൗണ്ട് ഉണ്ട്, പറഞ്ഞു. ഇപ്പൊ എത്ര പഠിച്ചു? എത്ര സൗണ്ട് പഠിച്ചു? 3 പഠിച്ചു. നാലാമതുണ്ടോ? നാലാമത് സൗണ്ട് ഉണ്ടോ? എല്ലാവർക്കും അറിയാം. നാലാമത് സൗണ്ട് ഉണ്ടോ? ഉണ്ടോ? പേരെന്താ? ദ ട്രക്കിൽ സൗണ്ട്. നാലാം വരുന്നത് ട്രക്കിൽ സൗണ്ട് അല്ലേ? ട്രക്കിൽ സൗണ്ടാണ്. ഞാൻ പിന്നെയും പറയുന്നു, നിങ്ങൾ കാണുന്ന ആ ചോദ്യ പേപ്പറിനകത്തിന് ക്വസ്റ്റ്യൻ വരും. നിങ്ങൾ കാണുന്ന ആ ഒരു ചോദ്യ പേപ്പറിനകത്തിന് ക്വസ്റ്റ്യൻ വരും. ഓക്കെ, ഞാൻ ബാക്കി ഒന്നും പറയുന്നില്ല. കാണുന്ന ചോദ്യ പേപ്പറിനകത്ത് ചോദ്യം വരും, അത് അതുപോലെ പഠിക്കുക. അതും സ്റ്റഡി നോട്ടും അതുപോലെ പഠിക്കുക. ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും സ്റ്റഡി നോട്ടും അതുപോലെ പഠിക്കും എല്ലാവരും. പറഞ്ഞാൽ പഠിക്കുമോ എല്ലാവരും? പഠിക്കോടെ? എവിടെ പഠിക്കും? പഠിക്കോ?
പഠിക്കോ ചോദിക്കട്ടെ, പഠിക്കോ? എനിക്ക് പഠിക്കണം. ഞാൻ വെറുതെ കിടന്ന് കാര്യമില്ല, വെറുതെ ഇപ്പൊ കാര്യമില്ല. പഠിക്കോ എല്ലാവരും? പഠിക്കോ? പഠിക്കും പഠിക്കോ? അപ്പൊ ടുമോറോ മോർണിംഗ് ക്വസ്റ്റ്യൻ വേണോ? ടുമോറോ മോർണിംഗ് 4 മണിക്ക് മുമ്പ് ക്വസ്റ്റ്യൻ വേണോ? 4 മണിക്ക് മുമ്പ് ക്വസ്റ്റ്യൻ വേണോ? ടുമോറോ മോർണിംഗ് 4 മണിക്ക് മുമ്പ് ക്വസ്റ്റ്യൻ വേണോ? ആര് നോക്കും? ഞാൻ ഇത് ചോദിക്കാത്ത കാര്യമാണ്. നിങ്ങൾ എപ്പോ ഉറങ്ങും? ഞാൻ ഇത് ചോദിക്കാത്ത കാര്യമാ. എപ്പോ ഉറങ്ങും? ഇതുവരെ ചോദിച്ചില്ല. എപ്പോ ഉറങ്ങും രാത്രി? പന്ത്രണ്ട്? പറയാതെ പറ. 1 മണിക്കോ? കഴിയും. 11, 12. 11 ക്ലാസ് കഴിഞ്ഞ് ഉറങ്ങും അല്ലേ? ക്ലാസ് കഴിഞ്ഞ് അങ്ങ് ഉറങ്ങുക. ഒന്നും നോക്കാൻ നിൽക്കരുത്. വേറെ ഫോണോ ഒന്നും നോക്കാൻ നിൽക്കരുത്. ഫുഡ് കഴിച്ച ശേഷം ക്ലാസ് കഴിഞ്ഞ് ഉറങ്ങുക. വേറെ ഒന്നും നോക്കാതെ രാവിലെ എഴുന്നേറ്റ് ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമല്ലോ. രാവിലെ എഴുന്നേറ്റ് എപ്പോഴും ഫ്രഷ് ആയിട്ട് ക്വസ്റ്റ്യൻ നോക്കുമല്ലോ. അറിഞ്ഞുകൂടെങ്കിലും നോക്കണം. അറിഞ്ഞുകൂടെങ്കിലും இந்த ക്വസ്റ്റ്യൻ ഫെമിലിയർ ആവണം. അറിഞ്ഞുകൂടാ എന്ന് കരുതി ആ ക്വസ്റ്റ്യൻ നോക്കാതിരിക്കരുത്. ഫസ്റ്റ് 50 വരെ വായിക്കുക. ഓക്കെ, ആദ്യം 10 കഴിയുമ്പോൾ അയ്യോ എനിക്ക് അറിഞ്ഞുകൂടാ, സ്റ്റോപ്പ് ആക്കരുത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ തന്നെ അയ്യോ എനിക്ക് അറിഞ്ഞുകൂടാ സ്റ്റോപ്പ് ആക്കരുത്. 50 വായിക്കണം. 50 വായിക്കുമ്പോൾ അത് 5ഓ 10ഓ കിട്ടും. ഫസ്റ്റ് സമയത്ത് 5ഓ 10ഓ കിട്ടും. ആദ്യം അത് മതി. പതിയെ കൂട്ടണ്ടേ? പതിയെ കൂട്ടണം. അങ്ങനെ കൂട്ടാവോ. അല്ലാതെ എനിക്ക് ആദ്യമേ 50 കിട്ടുമെന്ന് വിചാരിക്കരുത്. അല്ലെങ്കിൽ ആദ്യമേ 100 കിട്ടുമെന്ന് സ്വപ്നം കാണരുത്. കിട്ടുമോ? ആദ്യം കിട്ടുമോ? ആദ്യം വർക്കൗട്ടിന് കിട്ടുമോ? ഇല്ല. ഫസ്റ്റ് ഏത് ക്വസ്റ്റ്യൻ വിട്ട് നോക്കിയാലും 6, 100 കിട്ടത്തില്ല, 50 കിട്ടത്തില്ല. പക്ഷെ പതിയെ പറ്റ ചെയ്യാൻ പറ്റുമോ അത്? ഓക്കെ, അതിനു വേണ്ടി ഞാൻ പലർക്കും JPC എക്സാമിന് വേണ്ടി ഞാൻ എഴുതി നോട്ട് കിട്ടിയല്ലോ. നിങ്ങൾ ആരെങ്കിലും JPC എക്സാം എഴുതുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ എന്റെ സ്വന്തം കൈയക്ഷരം കൊണ്ട് എഴുതി നോട്ട്സ് അയച്ചു തരാം. ഇപ്പോ കിട്ടുന്ന നോട്ട്സിന്റെ കൂടെ തന്നെ JPC എക്സാം വേണ്ടി പലരും കിട്ടി കാണും. ഞാൻ എന്റെ സ്വന്തം കൈയക്ഷരം കൊണ്ട് എഴുതിയ സിസ്റ്റം വൈസ് ആയിട്ടുള്ള എല്ലാ നോട്ട്സും അയച്ചു തരാം. ഓക്കെ, ഓക്കെ അല്ലേ? ആരെങ്കിലും JPC എക്സാം എഴുതുന്നെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ഫുള്ളും അയച്ചിരുന്നോ? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ആരോ ചോദിച്ചു ഇത് ട്യൂബുലാർ എന്ന് പറഞ്ഞാൽ എന്താ? ട്യൂബുലാർ എന്താ? ആരോ ചോദിച്ചു ട്യൂബുലാർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സൗണ്ട് എങ്ങനത്തെ സൗണ്ടാ? വളരെ വളരെ ഹാർഷ സൗണ്ട് അല്ലേ? വളരെ ഹാർഷ് ആയിട്ടുള്ള ലൗഡ് സൗണ്ട് അല്ലേ ട്യൂബുലാർ? വളരെ ഹാർഷ് ആയിട്ടുള്ള ലൗഡ് സൗണ്ട് ട്യൂബുലാർ അല്ലേ? സൗണ്ട് ഇത് ട്യൂബുലാർ അല്ലേ? അത് കേൾക്കുന്ന സ്ഥലം എവിടെയാ? വളരെ ഹാർഷ് ആയിട്ടുള്ള ലൗഡ് സൗണ്ട്, ഹൈ പിച്ച് സൗണ്ട് എപ്പോഴും ബ്രോങ്കിയൽ അല്ലെങ്കിൽ ട്യൂബുലാറിൽ കേൾക്കുന്നത്. ഇത് എവിടെ കേൾക്കും? ലോവർ പാർട്ട് ഓഫ് ദ ട്രക്കിയാണോ, അപ്പർ പാർട്ട് ട്രക്കിയാണോ? ലോവർ പാർട്ട് ട്രക്കിയല്ലേ? ട്രക്കിയിൽ എവിടെയാ? ലോവർ പാർട്ട് അല്ലേ? ട്രക്കിയുടെ ലോവർ പാർട്ട് സൗണ്ട് ചെയ്താ ബ്രോങ്കിയൽ അല്ലെങ്കിൽ ട്യൂബുലാർ എന്ന് വിളിക്കാം. ക്ലിയർ ആയി കുഞ്ഞെ? സംശയം ചോദിച്ച ആൾക്ക് ഇതാണ് ചോദ്യം. കേരള PC ചോദ്യം വരുന്നു. ലോവർ ആണോ അപ്പറിലാണോ ഈ പറഞ്ഞ ഹാർഷ് സൗണ്ട് കേൾക്കുന്നത്? എവിടെയാ? എവിടെയുടെ നല്ല ഹൈ പിച്ചും ലൗഡും സൗണ്ട് എവിടെയാ? നല്ല ഹൈ പിച്ചും ലൗഡും ആയിട്ടുള്ള സൗണ്ട് എവിടെയാ? ലോവർ ട്രക്കിയ ആണോ? ലോവർ ട്രക്കിയാണോ? ലോവർ ട്രക്കിയാണോ? ആണ്. ഇനി അറിയേണ്ട കാര്യമുണ്ട്. ഇതില്ല. റേഷ്യോ എത്രയാ? ഇവിടെ കേൾക്കുന്ന സൗണ്ടിന്റെ റേഷ്യോ എത്രയാ? ട്രക്കിൽ കേൾക്കുന്ന ഇൻസ്പിറേറ്ററി ആണോ കൂടുതൽ, എക്സ്പിറേറ്ററി ആണോ? ചോദ്യം വരും. ട്രക്കിയിൽ കേൾക്കുന്നത് ഇൻസ്പിറേറ്ററി ആണോ കൂടുതൽ, എക്സ്പിറേറ്ററി ആണോ? ട്രക്കിയിൽ കേൾക്കുന്ന സൗണ്ട് ഇൻസ്പിറേറ്ററി ആണോ കൂടുതൽ അതോ എക്സ്പിറേറ്ററി ആണോ? ചോദ്യം വരും. ആർക്കറിയാം? ഇൻസ്പിറേറ്ററി ചെറുതല്ലേടെ? ഇൻസ്പിറേറ്ററി ഷോർട്ടും എക്സ്പിറേറ്ററി ലോങ്ങും അല്ലേ? ഇൻസ്പിറേറ്ററി സൗണ്ട്
ഷോർട്ട് ആണ്. എക്സ്പിറേറ്ററി ലോങ്ങും അല്ലേ? ശരിയല്ലേ? അതുകൊണ്ട് റേഷ്യോ എത്രയായിരിക്കും? 1:2 അല്ലേ? അതുകൊണ്ട് തന്നെ റേഷ്യോ എത്രയായിരിക്കും? 1:2. ഇൻസ്പിറേറ്ററി ഷോർട്ടും എക്സ്പിറേറ്ററി ലോങ്ങും ആണെങ്കിൽ 1:2 റേഷ്യോയിൽ എപ്പോഴും എന്ത് വരുന്നത്? സൗണ്ട് ഏതാ? സൗണ്ട് പേരെന്താ? ബ്രോങ്കോ വെസിക്കുലാർ ആണോ, വെസിക്കുലാർ ആണോ, ഏതാ? സൗണ്ടാ? 1:2 റേഷ്യോ വരുന്നതാ ഏതാ? 1:2 വരുന്നേതാ? 1:2 വരുന്നേതാ? ബ്രോങ്കിയൽ അല്ലെങ്കിൽ ട്യൂബുലാർ. ബ്രോങ്കിയൽ അല്ലെങ്കിൽ ട്യൂബുലാർ. ബ്രോങ്കിയൽ അല്ലെങ്കിൽ ട്യൂബുലാർ ആണ് 1:2 റേഷ്യോ വരുന്നത്. ബ്രോങ്കിയൽ അല്ലെങ്കിൽ ട്യൂബുലാർ ആണ് 1:2 റേഷ്യോ വരുന്നത്. ഇതുവരെ പറഞ്ഞ മൂന്നും ക്ലിയർ ആയി. ഇതുവരെ പറഞ്ഞ മൂന്നും ക്ലിയർ ആയി. മൂന്ന് ക്ലിയർ ആയി. സംശയമില്ലല്ലോ? ഇല്ല. ആൻഡ് ഫോർത്ത് മിസ് ഏതാ? ഫോർത്ത് സൗണ്ട് ഏതാ? ഫോർത്ത് ട്രക്കിയൽ. നാലാമത് ട്രക്കിയൽ. ട്രക്കിയൽ 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 സംഭവം എന്താ? ട്രക്കിയൽ പറഞ്ഞ എന്താ? ട്രക്കിയൽ സൗണ്ട് എന്ന് പറഞ്ഞ എന്താ? ട്രക്കിയൽ സൗണ്ട് അധികമായിട്ട് ഇത്രയും വർഷത്തെ എക്സാമിനായിട്ട് ഏറ്റവും അധികം ചോദ്യം ഇതായിരുന്നു. കഴിഞ്ഞൊരു 6-7 വർഷത്തെ എക്സാമിനകത്ത് ഏറ്റവും കൂടുതൽ ചോദ്യം വന്ന സ്ഥലം ട്രക്കിലായിരുന്നു. അറിയാലോ? അറിയാമോ? കഴിഞ്ഞ ഒരു 4, 5, 6 വർഷമായിട്ട് അറിയാം, പലർക്കറിയാം ഏറ്റവും കൂടുതൽ ചോദ്യം വന്ന സ്ഥലം എവിടെയാ? ട്രക്കിലായിരുന്നു. എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ഭാഗമാണ്. എങ്ങനെയാണ് ഈ സൗണ്ട് ഉണ്ടാകുന്നത്? എങ്ങനെയാണ് ഈ സൗണ്ട് ഉള്ളത്? ഇത് ലോ പിച്ചാണോ ഹൈ പിച്ചാണോ? ട്രക്കിയൽ സൗണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ട്രക്കിയൽ സൗണ്ട് ലോ പിച്ചാണോ ഹൈ പിച്ചാണോ? ഹൈ പിച്ചല്ലേ? ഹൈ പിച്ചല്ലേ? ഞാൻ പിന്നെയും ഓർമ്മിപ്പിക്കുന്നു കഴിഞ്ഞ ഒരു 4, 5, 6 വർഷമായിട്ട് എല്ലാ എക്സാമിനും സ്ഥിരം ചോദിക്കുന്ന ഭാഗം ട്രക്കിയൽ സൗണ്ട് ആയാലും പകരം ബാക്കി സൗണ്ട് ചോദിച്ചുകൂടെ നിന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഓരോ കാര്യം ഓരോ ചാപ്റ്റർ ആയിട്ട് സെപ്പറേറ്റ് ആയി പഠിപ്പിക്കുന്നതാണ്. കാരണം എക്സാമിൽ ചോദ്യം വന്നാൽ എഴുതാൻ സാധിക്കണം. ട്രക്കിയൽ സൗണ്ട് എന്താ? ഹൈ പിച്ചാണോ ലോ പിച്ചാണോ? വെരി വെരി ലൗഡ് സൗണ്ട് അല്ലേ? ലൗഡ് സൗണ്ട് അല്ലേ? ട്രക്കിയൽ സൗണ്ട് വെരി ലൗഡ് സൗണ്ട് അല്ലേ? ട്രക്കിയൽ സൗണ്ട് വളരെ ലൗഡ് സൗണ്ട് അല്ലേ? ഹൈ പിച്ച് സൗണ്ട് ആണോ? ട്രക്കിയൽ സൗണ്ട് വളരെ ഹൈ പിച്ച് സൗണ്ട് ആണോ? 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 സോ ഏറ്റവും ലൗഡ് സൗണ്ട് ഏതാ? ഞാൻ ഈ പറഞ്ഞതിൽ നിന്നും ഏറ്റവും ലങ് സൗണ്ട്സിനകത്ത് ഏറ്റവും ലൗഡ് സൗണ്ട് ഏതാ? ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് ഏറ്റവും ലൗഡ് സൗണ്ട് ഏതാ? ഇത്രയും സൗണ്ട് പറഞ്ഞപ്പോൾ ഏറ്റവും ലൗഡ് ഏതാ? ട്രക്കിയൽ. ഏറ്റവും ലോപിച്ചതാടെ. ഏറ്റവും ലോപിച്ചതാ? ഏറ്റവും ലൗഡ് സൗണ്ട് ഈ പറഞ്ഞ ട്രക്കിലായെങ്കിലും ലോപിച്ചതാ? വെസിക്കുലർ ആണോ? വെസിക്കുലർ ആണോ? ലോ ഏതാ? വെസിക്കുലർ ആണോ? ലോ വെസിക്കുലർ അല്ലേ? ലോ വെസിക്കുലറും ലൗഡ് ആണെങ്കിൽ ട്രക്കിയൽ അല്ലേ? ലോ സൗണ്ട് എപ്പോഴും വെസിക്കുലറും ലൗഡ് ആണെങ്കിൽ ട്രക്കിയൽ. അത് മറക്കരുതേ. ലങ് സൗണ്ട്സിൽ എപ്പോഴും കമ്പയർ ചെയ്യുമ്പോൾ ലൗഡ് സൗണ്ട് എപ്പോഴും ട്രക്കിയൽ സൗണ്ട് എന്ന് പറയും അല്ലെ? ലോ ആണെങ്കിൽ വെസിക്കുലർ എന്ന് പറയും. എങ്കിൽ ചോദിക്കട്ടെ, ഈ സൗണ്ട് നല്ല ഹൈ പിച്ച് സൗണ്ട് ലങ്സ് ഏറ്റുമുട്ടുന്നതിലൂടെ ട്രക്കിയുടെ ലോവർ പാർട്ടാണോ അപ്പർ പാർട്ടാണോ? ലൗഡ് സൗണ്ട് എപ്പോഴും ട്രക്കിയിൽ എവിടെ കേൾക്കും? ലോവർ പാർട്ടാണോ അപ്പർ പാർട്ടാണോ? ഉത്തരം നിൽക്കുന്നത് കാരണം നിങ്ങൾ തൊട്ട് മുമ്പിൽ ലോവർ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ ഇവിടെ എന്തായിരിക്കും? അപ്പർ ഓർ ലോവർ? ട്രക്കിയുടെ അപ്പറിലാണോ ലോവറിലാണോ ഹൈ പിച്ചുള്ള സൗണ്ട് കേൾക്കുന്നത്? അപ്പറിലല്ലേ? അപ്പറിലല്ലേ? പറഞ്ഞേടേ. ട്രക്കിയുടെ മുകൾ ഭാഗത്തിൽ കേൾക്കുന്നത് ട്രക്കിയുടെ മുകൾ ഭാഗത്തല്ലേ? ട്രക്കിയുടെ മുകൾ ഭാഗത്തല്ലേ? അല്ലേ? ആ. പക്ഷെ ട്രക്കിയുടെ മുകൾ ഭാഗത്ത് എന്ന് പറയുമ്പോൾ ആ സൗണ്ട് സ്ഥലത്തെ നമ്മൾ എപ്പോഴും ഒരു നോച്ച് എന്ന് പറയും. എന്ത് നോച്ചാടെ? എന്ത് നോച്ച? സബ് ക്ലാവിക്കുലർ നോച്ച് കേട്ടുണ്ടെങ്കിലും എവിടെയെങ്കിലും സബ് ക്ലാവിക്കുലർ നോച്ച് കേട്ടുണ്ടെങ്കിലും അതിന്റെ മുകൾ ഭാഗത്താണ് അല്ലേ ഈ സൗണ്ട് കേൾക്കുന്ന. എപ്പോഴും ട്രക്കിയുടെ മുകൾ ഭാഗത്ത് എന്ന് പറയുമ്പോൾ എവിടെയായിരിക്കും?
സബ് ക്ലാവിക്കുലർ നോച്ചിന്റെ മുകളിലായിട്ടാണ് എപ്പോഴും സൗണ്ട് കേൾക്കുന്നത് അല്ലേ? എന്താ സബ് ക്ലാവിക്കുലർ നോച്ച്? എന്താ? രണ്ട് ക്ലാവിക്കളും ജോയിൻ ചെയ്യുന്നതിന്റെ തൊട്ട് മുകളിൽ നോച്ചാണോ? രണ്ട് ക്ലാവിക്കളും ജോയിൻ ചെയ്യുന്നതിന്റെ തൊട്ട് മുകളിലുള്ള നോച്ചാണോ അവിടെ? ആണോ? 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 അല്ലേ? അല്ലേ? അപ്പോ സബ് ക്ലാവിക്കുലർ നോച്ചിന്റെ തൊട്ട് മുകളിൽ കേൾക്കുന്ന സൗണ്ടിനെ പറയുന്ന പേരെന്താ? സബ് ക്ലാവിക്കുലർ നോച്ചിന് തൊട്ട് മുകളിൽ കേൾക്കുന്ന സൗണ്ടിനെ പറയുന്ന പേരെന്താ? ട്രക്കിയൽ സൗണ്ട് അല്ലേ? സബ് ക്ലാവിക്കുലർ നോച്ചിന്റെ തൊട്ട് മുകളിൽ കേൾക്കുന്ന സൗണ്ടിനെ പറയുന്ന പേരെന്താ? എന്ത് പേരാ? ട്രക്കിയൽ സൗണ്ട് എന്ന് വിളിക്കാം. ട്രക്കിയൽ സൗണ്ട് എന്ന് വിളിക്കാം. അപ്പോൾ ഇത് എവിടെ കേൾക്കും? നല്ല ഹൈ പിച്ചുള്ള സൗണ്ട് എവിടെ കേൾക്കും? ട്രക്കിയല്ലേ? നല്ല ഹൈ പിച്ചുള്ള സൗണ്ട് എവിടെ കേൾക്കും? ട്രക്കിയിൽ കേൾക്കും. അവിടെയും വീണ്ടും ചോദ്യം വരും, ട്രക്കിയുടെ അപ്പർ പാർട്ടിലാണോ ലോവർ പാർട്ടിലാണോ? ട്രക്കിയുടെ അപ്പർ പാർട്ടിലാണോ ലോവർ? ചോദിക്കാം, ചിലപ്പോൾ ചോദിക്കാം. ചിലപ്പോൾ ലോവർ അപ്പറാണോ? ലോവർ ഓർ അപ്പർ? ട്രക്കി എവിടെ? എവിടെ? ലോവർ ഓർ അപ്പർ? ട്രക്കിയുടെ ഇന്ന് മുകളിലാണോ ഓർ ലോവറിലാണോ? മുകളിലല്ലേ? മുകളിലല്ലേ? അപ്പർ പാർട്ട് ഓഫ് ട്രക്കിയല്ലേ? മറക്കരുത്. അപ്പർ പാർട്ട് ഓഫ് ട്രക്കിക്ക് സൗണ്ട് ഏതാ? അപ്പർ പാർട്ട് ഓഫ് ട്രക്കിയൽക്ക് സൗണ്ട് ഏതാ? സോറി പറയണ്ട കുഞ്ഞെ, സോറി പറയണ്ട. തനിക്ക് തെറ്റിയപ്പോഴില്ലേ, ഇപ്പോൾ ഇതിൽ ഒരാൾ ഒരു തെറ്റാത്തരം പറഞ്ഞപ്പോ തന്നെ ഞാൻ തിരുത്താൻ വേണ്ടി ആ കുട്ടിയുടെ പേര് പറയാതെ തന്നെ ആ കാര്യം വീണ്ടും പറഞ്ഞു. ഞാൻ കണ്ടു ഒരു കുട്ടി തെറ്റായ ഉത്തരം പറഞ്ഞു. ആളിനെ കേട്ടിട്ടും ആ തെറ്റാണെന്ന് ആ കുട്ടി ഒന്നും പറയാതെ തന്നെ, പേര് പോലും പറയാതെ തന്നെ തിരുത്തി പറഞ്ഞു. അപ്പറാണോ ലോവറാണോ? കാരണം ആർക്ക് വിഷമം പറയാൻ പാടില്ല അല്ലേ? ഒരാളുടെ പേര് പറഞ്ഞ് അയാളെ എന്താ തെറ്റിപ്പോയി എന്ന് പറഞ്ഞ ചിലപ്പോൾ വിഷമം വരും. അത് വരാൻ പാടില്ല. ഈ സൗണ്ട് ഇവിടെ അപ്പറാണോ ലോവറാണോ? ഇനി പറഞ്ഞേ, എല്ലാവരും പറയണം അപ്പർ. അപ്പറല്ലേ? കാരണം ഒരാൾക്ക് പോലും ഒരു വിഷമം പറയാനും ഉത്തരം പറയണം. ആർക്ക് തെറ്റട്ടെ, ഞാൻ തിരുത്താൻ ഞാനുണ്ട് അല്ലെ? ആർക്ക് തെറ്റിയാലും ഞാൻ നിങ്ങളുടെ കമന്റ്സ് വായിക്കുന്നതാണ്. നിങ്ങൾ ഞാൻ പഠിപ്പിക്കുമ്പോൾ തന്നെ സൈഡ് ഭാഗത്ത് നിങ്ങളുടെ എല്ലാവരുടെയും കമന്റ്സ് വരാറുണ്ട്, ഞാൻ വായിക്കാറുണ്ട്. ആരുടെയും ഉത്തരം തെറ്റാണെങ്കിൽ ഞാൻ തെറ്റെന്ന് പറയാറില്ല, ഞാൻ അത് തിരുത്തി തരാറില്ലേ? അല്ല ശരിയല്ലേ? ശരിയല്ലേ? എങ്കിൽ സബ് ക്ലാവിക്കുലർ നോച്ചിന്റെ എബോൾ കാണപ്പെടുന്ന സൗണ്ട് ഏതാ? സബ് ക്ലാവിക്കുലർ നോച്ചിന്റെ എബോൾ മുകളിൽ കാണപ്പെടുന്ന സൗണ്ട് ഏതാ? ട്രക്കിയൽ. ഇനി ഇത് ഇൻസ്പിറേഷൻ സമയത്താണോ എക്സ്പിറേഷൻ ആണോ? ഇൻസ്പിറേഷനാണോ എക്സ്പിറേഷൻ ആണോ? അത് പറയണം, അത് പഠിക്കാം. ഞാൻ എല്ലായിടത്തും ഇൻസ്പിറേഷൻ പറയാറില്ല. എവിടെ എവിടെ ആയിരിക്കും? എവിടെ ആയിരിക്കും? ഇവിടെ ഇൻസ്പിറേഷൻ എക്സ്പിറേഷൻ ആണ് ഓവർ ദ റേഷ്യോ? അതോ രണ്ടിടത്ത് കൊണ്ടോ? അതോ ഇൻസ്പിറേഷനിലാണോ എക്സ്പിറേഷനിലാണോ രണ്ടിടത്ത് കൊണ്ട്? അതോ ഇല്ലേ? ഓർ നൺ ഓഫ് ദിസ്? ഇൻസ്പിറേഷനിലുണ്ടോ എക്സ്പിറേഷനിലുണ്ടോ? ഓർ ഇൻസ്പിറേഷനിലും എക്സ്പിറേഷനിലും ഉണ്ടോ? അല്ലെങ്കിൽ താഴെ പറയുന്നവയിൽ ഒന്നിലുമില്ലേ? രണ്ടിലും ഉണ്ട്. ഇൻസ്പിറേഷനിലും ഉണ്ട്, എക്സ്പിറേഷനിലും ഉണ്ട്. ഓർ ഇൻസ്പിറേഷനിലും ഉണ്ട്, എക്സ്പിറേഷനിലും ഉണ്ടെന്ന് പറയുമ്പോൾ റേഷ്യോ 1:1 റേഷ്യോ ആണ്. ദ ബോത്ത് ഇൻസ്പിറേഷനിലും എക്സ്പിറേഷനിലും 1:1 റേഷ്യോയിലാണ് ഇത്. അപ്പോൾ ഇത് നോർമൽ ബ്രെത്ത് സൗണ്ട് ആണോ? ഇത് നോർമൽ ബ്രെത്ത് സൗണ്ട് ആണ്. 1:1 റേഷ്യോ എന്ന് പറയുമ്പോൾ ട്രക്കിയൽ സൗണ്ട് എന്ന് പറയുന്നത് നോർമൽ ബ്രെത്ത് സൗണ്ട് ആണോ? 1:1 റേഷ്യോ, അത് മറക്കാത്ത കാര്യം. 1:1 റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും നോർമൽ ബ്രെത്ത് സൗണ്ട് 1:1 ആണെങ്കിൽ അതിനെ പറയുന്ന പേരെന്താടെ? എന്താണ് പേര്? എന്താ പേര്? ട്യൂബുലാർ ആണോ? ട്യൂബുലാർ ആണോ? ട്രക്കിയലാണോ? ഓർ ബ്രോങ്കിയിലാണോ? ഓർ ബ്രോങ്കോ വെസിക്കുലാർ ആണോ? ഓർ വെസിക്കുലാർ ആണോ? ചോദ്യം വരും. ട്രക്കിയൽ. ഇതാണ് ചോദ്യം. ഇതാണ് ചോദ്യം. വെസിക്കുലാർ ആണോ? ബ്രോങ്കോ വെസിക്കുലാർ ആണോ? ഓർ ബ്രോങ്കിയൽ ഓർ ട്യൂബുലാർ ആണോ? ഓർ ട്രക്കിയലാണോ?
ഏതാ 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 ഓക്കെ. ഇത്രയുമില്ല ഇൻ ദ നോർമൽ സൗണ്ട്സ് ക്ലിയർ ആയി. നോർമൽ ദ ബ്രഷ് സൗണ്ട്സ് കിട്ടി, ക്ലിയർ ആയി. എല്ലാവരും ക്ലിയർ ആയി. സത്യം പറഞ്ഞാൽ മതി, കളം പറയരുത്, എന്നെ ബോധിപ്പിക്കാൻ പറയരുത്, എന്നെ ബോധിപ്പിക്കാൻ പറയണ്ട. നിങ്ങൾ ക്ലിയർ ആയോ? നോർമൽ ബ്രഷ് സൗണ്ട്സ് ക്ലിയർ ആയി. പിന്നെ അബ്നോർ പഠിക്കാമോ? പിന്നെ അബ്നോർമൽ പഠിക്കാമോ? നോർമൽ ക്ലിയർ ആയെങ്കിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഞാൻ ഇട്ട വീഡിയോ കണ്ടത് 23,000 ആൾക്കാരാണ്. 23,000 ആൾക്കാരാണ്. അതിനകത്ത് ഞാൻ ക്ലാസ് കൊടുക്കുന്നത് പറയും 800 പേർക്കാണ്, 840 പേർക്കാണ്. ഞാൻ ക്ലാസ് കൊടുക്കുന്നത് ഏകദേശം 840 പേർക്കാണ്. റാങ്കോടെ പാസ്സാവുമല്ലോ. ഞാൻ ചുമ്മാ ഇടുന്ന വീഡിയോ കാണുന്ന ആൾക്കാർ 23+ ഉണ്ട്. അതിൽ ഞാൻ വെറുതെ എന്താണ് ഈ ഫീസ് വാങ്ങിച്ച് പഠിപ്പിക്കുന്നത് നിങ്ങളല്ലേ ഉള്ളൂ, ശരിയല്ലേ? ഞാൻ ഫീസ് വാങ്ങിച്ച് സത്യമായി പറയുന്ന കാര്യം നിങ്ങൾ മാത്രമേ ഉള്ളൂ, ശരിയല്ലേ? വേറെ 800 പേരുള്ളൂ, വേറെ 800 ഉള്ളൂ, 800 പേര്. ആ ആൾക്കാരെല്ലാരും റാങ്കോടെ പാസ്സാവും. ആ 800 പേരും റാങ്കോടെ പാസ്സാവും. പാസ്സായില്ലെങ്കിൽ വീണ്ടും ഇങ്ങനെ പോവാ. വർഷങ്ങളോളം ഇന്ന് ടെമ്പററി ജോലി, അല്ലെങ്കിൽ ഇന്ന് കിച്ചണിൽ മാത്രം, അല്ലേ? ഒന്നുകിൽ ഇന്ന് ടെമ്പററി ജോലി, അല്ലെങ്കിൽ ഇന്ന് പ്രൈവറ്റ് ജോലി, ശരിയല്ലേ? ഒന്നുകിൽ ഇന്ന് ടെമ്പററി ജോലി, അല്ലെങ്കിൽ എന്താ പ്രൈവറ്റ്, അല്ലെങ്കിൽ അടുക്കള. സ്വർണം ഇന്ന് കുട്ടികളെ നോക്കി കിച്ചൺ ജോലി, അല്ലേ? ഇന്ന് കുട്ടികളെ നോക്കി ഹാപ്പി എന്ന് സ്വന്തം മനസ്സിൽ വിചാരിച്ചു കൊണ്ട് കടന്നു പോവാ, അല്ലേ? സത്യമല്ലേ? ഹാപ്പി ആണെന്ന് കരുതിക്കൊണ്ട് കടന്നു പോവാ, അല്ലേ? ഞാൻ പഠിച്ച കാര്യം മറന്നുകൊണ്ട്, ഞാൻ എന്താണോ പഠിച്ചത് അത് മറന്നുകൊണ്ട്, ഞാൻ നഴ്സിംഗ് പഠിച്ചിട്ടില്ല എന്ന് കരുതി കുട്ടികളുമായിട്ട് ഫാമിലി ലൈഫ് എൻജോയ് ചെയ്ത് പോവുകയോ, സത്യമാണോ? ആണോ? ചെയ്തിട്ടുണ്ടായിരിക്കില്ല. ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ കാര്യം? ഞാൻ ഹാപ്പിയാണ്. ഹസ്ബൻഡ്, കുട്ടികൾ, നല്ല ഫാമിലി ലൈഫാണ്, കടന്നു പോകുന്നുണ്ട്. പക്ഷെ ഞാൻ എന്തോ പഠിച്ചുകൊണ്ട് 6, 7, 8, 9, 10 വർഷം ഞാൻ എന്തോ കുറെ വർഷം പഠിച്ചു. എന്റെ സമയം വേസ്റ്റ് ചെയ്ത് അച്ഛനെ കൊണ്ട് ലോൺ എടുപ്പിച്ച് പഠിച്ചുകൊണ്ട് അത്രയും വർഷം അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് ലോൺ അടയ്ക്കാൻ വേണ്ടി ബുദ്ധിമുട്ടി. സത്യമാണോ? ആരെയും ഇതിനകത്ത് അത്രയും വർഷം അവർ ലോൺ അടയ്ക്കാൻ വേണ്ടി അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടു. അവർ കഴിക്കേണ്ട ആഹാരം കഴിച്ചില്ല, അവർ പോകേണ്ട സ്ഥലത്ത് പോകാൻ പറ്റിയില്ല. ആ പൈസയെല്ലാം നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു. അവർ കഴിക്കേണ്ട ഭക്ഷണം കഴിക്കാതെ പൈസ മാറ്റി വെച്ചിട്ടും, അവർ പോകേണ്ട സ്ഥലങ്ങളിൽ പോകാതെയും, അവർ പല കാര്യങ്ങളും മാറ്റി വെച്ച് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ? ആരെയും കൊണ്ട് ഇതിനകത്ത് ഒരാളെയും ഉണ്ടോ? ഇതുപോലെ ലോൺ എടുത്ത് പഠിപ്പിച്ചായിരിക്കുന്നുണ്ടോ? ലോൺ എടുത്ത് പഠിപ്പിച്ചായിരിക്കുന്നുണ്ടോ? 1, 2 ഒന്നുണ്ടോ? ആരൊക്കെ നോക്കട്ടെ. ലോൺ എടുത്ത് 2, 3, 4, 5, 6, 7 ഒരുണ്ടല്ലേ? പക്ഷേ കല്യാണം കഴിഞ്ഞിട്ട് ഓർമ്മിച്ചിട്ടുണ്ടോ അവരെ? കല്യാണം കഴിഞ്ഞിട്ട് അത് മാത്രം മതിയോ? ഫാമിലി ലൈഫ് മാത്രം പോരാ. അവർ പഠിപ്പിച്ച അതുകൊണ്ട് ജോലി നേടി അവിടെ നോക്കണ്ടേ? അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവർ പഠിപ്പിച്ചത് കൊണ്ട് പഠിച്ച് അവിടെ നോക്കണ്ടേ? സ്വന്തം അമ്മയും അച്ഛനെയും മറന്ന് ജീവിക്കരുത്. അവർ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചുകൊണ്ട് നാളെ ഈ ഒരു എക്സാമിന് പാസ്സായി, അല്ലേ? നാളെ ഇതുകൊണ്ട് പാസ്സായി ആ വയസ്സാകുന്നവരെ നിങ്ങൾ കൃത്യമായി നോക്കണം. ശമ്പളത്തിന്റെ ഒരു പകുതി അവർക്ക് പോകണം. ഓക്കെ, ശമ്പളത്തിന്റെ ഒരു ഹാഫ് അവർക്ക് പോകണം. ഓക്കെ, അത് നാളെ ഞാൻ പറയുന്ന വാക്ക് മറക്കരുത്. നിങ്ങൾ പാസ്സായ ശേഷം ശമ്പളത്തിന്റെ ഒരു പകുതി കൊടുക്കണം. ഓക്കെ, സർക്കാർ ജോലിക്ക് ഏകദേശം സാലറിയുടെ ഒരു ഹാഫ് അവർക്ക് പോകണം. കാരണം അവർ പ്രായമായി വരികയാണ്. മറക്കരുത്. എന്റെ വാക്കെന്ന് പറയുന്നത് ഞാൻ വെറുതെ ഒന്നും പറയത്തില്ല, കാരണം ലാസ്റ്റ് ഘട്ടത്തിലോട്ട് പോവുകയാണ്. ഓക്കെ, മറക്കരുത്. ഇത് പറയേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല. സോ നോർമൽ പഠിച്ചു. ഇനി അബ്നോർമൽ എന്താ? അബ്നോർമൽ ദ ബ്രത്ത് സൗണ്ട് ഏതൊക്കെയാ? അബ്നോർമൽ ദ ബ്രത്ത് സൗണ്ട് നമ്മൾ പറയുന്ന മറ്റൊരു പേരുണ്ട്. അഡ്വന്റീഷ്യസ് ബ്ലഡ് സൗണ്ട്. എക്സാം പേപ്പറിനകത്ത് ഒരു പക്ഷെ അബ്നോർമൽ ബ്ലഡ് സൗണ്ട് പോലും ചോദ്യ പേപ്പറിനകത്ത് അഡ്വന്റീഷ്യസ് ബ്ലഡ് സൗണ്ട് കേട്ടാലും
ഓർമ്മിക്കണം, അത് അബ്നോർമലാണ്. അഡ്വെന്റീഷ്യസ് ബ്രസ് സൗണ്ട് എന്ന് കേട്ടാലും അത് അബ്നോർമൽ സൗണ്ട് ആണ്. എന്താണത്? എന്തുകൊണ്ടാണ് ഈ സൗണ്ട് കേൾക്കുന്നത്? എന്തുകൊണ്ടാണ് അഡ്വെന്റീഷ്യസ് അല്ലെങ്കിൽ അബ്നോർമൽ ആയിട്ടുള്ള ബ്രസ് സൗണ്ട് കേൾക്കുന്നത്? എന്തുകൊണ്ടാണ്? നമ്മൾ നേരത്തെ പറഞ്ഞതെല്ലാം നോർമൽ എയർവേസ് അല്ലേ? നേരത്തെ പറഞ്ഞതെല്ലാം നോർമൽ എയർവേസ് അല്ലേ? 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 നോർമൽ സൗണ്ട്സ് എല്ലാം പറഞ്ഞപ്പോൾ നോർമൽ എയർവേസ് അല്ലേ? പക്ഷെ ഇവിടെ എത്തുമ്പോ എന്ത് ചെയ്യും? ഇത് നാരോഡ് ആയിപ്പോ. ഇത് എയർവേസ് എല്ലാം നാരോഡ് ആയിപ്പോ. ഇത് എയർ പാസ് ചെയ്ത് പോകുന്ന ഏത് വഴിയാ? എയറോ അല്ലെങ്കിൽ എന്തായിരിക്കും ഇവിടെ? ഒന്നുകിൽ എയറോ അല്ലെങ്കിൽ എന്തായിരിക്കും? ഒന്നുകിൽ എയർ പാസ് ചെയ്ത് പോവാം. ഇത് നാരോഡ് സ്പേസിലൂടെ ഒന്നുകിൽ എയറോ പകരം എന്തായിരിക്കും? ഫ്ലൂയിഡ് ആയിരിക്കും. ഫ്ലൂയിഡ് ആണോ? ഫ്ലൂയിഡ് ഓർ മ്യൂക്കസ്? ഫ്ലൂയിഡ് ഓർ മ്യൂക്കസ്. ലങ്സിൽ ഒന്നുകിൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ മ്യൂക്കസ് ഓർ എയറിലൂടെ പാസ് ചെയ്ത് പോകുന്ന സൗണ്ട് ആണോ? ലങ്സിലുള്ള ഫ്ലൂയിഡിലൂടെയോ ഓർ എയറിലൂടെയോ ഓർ മ്യൂക്കസിലൂടെയോ കടന്നു പോകുമ്പോൾ കേൾക്കുന്ന സൗണ്ട് ആണോ അബ്നോർമൽ ബ്രത്ത് സൗണ്ട് എന്ന് പറയുന്നത്? മറക്കരുത്, ശരിയാണ്. ലങ്സിനകത്തുള്ള ഫ്ലൂയിഡോ മ്യൂക്കസോ ഓർ എയർവേ അല്ലേ? എയർവേയിലൂടെ കടന്നു പോകുമ്പോൾ നാരോ സ്പേസിൽ കടന്നു പോകുമ്പോൾ കേൾക്കുന്ന സൗണ്ട് ഏതാ? അബ്നോർമലല്ലേ? എന്തുകൊണ്ട് വരുന്നത്? ഒന്നുകിൽ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുകയല്ലേ? ഒന്നുകിൽ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുക, അല്ലെങ്കിൽ മ്യൂക്കസ് കെട്ടിക്കിടക്കുക, അല്ലെങ്കിൽ എന്തായിരിക്കും ഇവിടെ? നാരോ എയർവേസ് കൊണ്ടോ മാത്രം എപ്പോഴും അബ്നോർമൽ ബ്രത്ത് സൗണ്ട്സ് ഉണ്ടാവുന്നത്. കാരണം കിട്ടിയോ? ഒരാൾക്ക് അബ്നോർമൽ ബ്രത്ത് സൗണ്ട് വരാൻ കാരണം കിട്ടിയോ? ഒന്നുകിൽ എന്താ? നാരോ സ്പേസ് അല്ലേ? നാരോ സ്പേസ് ആകണമെങ്കിൽ കാരണം എന്തായിരിക്കും? ഒന്നുകിൽ ലങ്സിനകത്ത് ഫ്ലൂയിഡോ ഓർ മ്യൂക്കസോ കെട്ടിക്കിടന്നാൽ മാത്രമേ ഇത് സംഭവിക്കത്തുള്ളൂ, അബ്നോർമൽ ആയിട്ട് സൗണ്ട് കേൾക്കാറുള്ളൂ. എങ്കിൽ അറിയണം, ഇങ്ങനെ ഫ്ലൂയിഡോ ഈ പറഞ്ഞ നാരോ സ്പേസോ വരണമെങ്കിൽ അവിടെ പ്രധാനമായിട്ട് വരുന്ന സൗണ്ട്സ് ഏതൊക്കെയാ? കേരള PC എക്സാമിൽ നിങ്ങൾ സ്ഥിരം കേൾക്കുന്ന ചോദ്യമാണ്, ക്രാക്കിൾസ് ഉണ്ടോ? ക്രാക്കിൾസ് ഓർ റൈൽസ് എവിടെയെങ്കിലും ഉണ്ടോ? ക്രാക്കിൾസ് ഓർ റൈൽസ്? നമ്മൾ കുറച്ചു മുമ്പേ ഇന്ന് നോർമൽ പഠിച്ചു. നോർമൽ സൗണ്ട് പഠിച്ചില്ലേ? നമ്മൾ തൊട്ട് മുമ്പേ ഇത് നോർമൽ പഠിച്ചോ? നോർമൽ പഠിച്ചു. നോർമൽ പഠിച്ചോ? അത് ഇനി പഠിക്കേണ്ട കാര്യം എന്തൊക്കെയാണ് இந்த അബ്നോർമൽ സൗണ്ട് എന്തൊക്കെയാണെന്ന് പഠിക്കണം. അതിനകത്ത് ഫസ്റ്റ് വരുന്ന പേരാണ് ക്രാക്കിൾസ് ഓർ ദ റൈൽസ്. എന്തായിരിക്കും ക്രാക്കിൾസ് ഓർ ദ റൈൽസ്? എന്തായിരിക്കും? എന്ത് സൗണ്ട് ആയത്? ക്രാക്കിൾസ് അല്ലെങ്കിൽ ദ റെയിൽസ് എന്ന് പറയുമ്പോൾ എന്ത് സൗണ്ട് ആയത്? അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാം പറയണമെങ്കിൽ ഞാൻ പണ്ട് തൊട്ട് വർഷങ്ങൾക്ക് മുമ്പേ ഒരു എക്സാം പറയാനുണ്ട്. ഞാനൊരു 6 വർഷമായിട്ട് പോയ എക്സാം ഉണ്ട്. ഇത് പറഞ്ഞപ്പോ ഓർമ്മ വന്നു. നിങ്ങളുടെ തലമുടിയില്ലേ? ഉണ്ടോ? മുടിയുണ്ടോ? ആ മുടിയെടുത്ത് ആ ചെവിയുടെ അടുത്ത് വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്ത് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും. ആ മുടിയെടുത്ത് ഇപ്പോൾ ചെവിയുടെ അടുത്ത് വെച്ച് റോൾ ചെയ്യുമ്പോൾ കേൾക്കുന്ന സൗണ്ടിന്റെ ക്രാക്കിൾസ്. തലമുടി എടുത്ത് ചെവിയുടെ അടുത്ത് വെച്ച് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും റോൾ ചെയ്യുമ്പോൾ കേൾക്കുന്ന സൗണ്ട് എന്താ? ഇതിന്റെ ക്രാക്കിൾസിന്റെ എക്സാമ്പിളാ. മറക്കരുത്. ഇത് റോളിംഗ് സൗണ്ട് ആണോ? ഇത് റോളിംഗ് സൗണ്ട് ആണോ? ആണോ? എങ്കിൽ ഹൈ പിച്ച് ആണോ ലോ പിച്ച് ആണോ? എപ്പോഴും ക്രാക്കിൾസ് അല്ലെങ്കിൽ റെയിൽസ് എന്ന് പറയുന്നത് ഹൈ പിച്ച് ആണോ ലോ പിച്ച് ആണോ? ഇപ്പൊ തലമുടി പറഞ്ഞതേ എക്സാമ്പിൾ കേട്ടോ, ആരും എഴുതി വെക്കരുതേ. തലമുടി പറഞ്ഞ എക്സാമ്പിൾ കേട്ടോ, അതെടുത്ത് വെച്ച് ഇത് ചെവി വയ്ക്കുമ്പോൾ സൗണ്ട് ഇല്ലേ? അതാ ക്രാക്കിൾസ്. എക്സാമ്പിൾ പറഞ്ഞ് മനസ്സിലാവാൻ പറഞ്ഞ കാര്യ. സൗണ്ട് ഇത് ലൗഡ് ആണോ? ഹൈ പിച്ച് ആണോ ലോ പിച്ച് ആണോ? എന്ത് പിച്ച് അതിനുള്ളത്? ക്രാക്കിൾസിന് എപ്പോഴും ഹൈ പിച്ച് ആണോ ലോ പിച്ച് ആണോ? പറഞ്ഞു. ഹൈ പിച്ച് അല്ലേ? ഹൈ പിച്ച് സൗണ്ട് അല്ലേ? ആൽബിയ ഉണ്ടാവുന്ന സൗണ്ട് എന്താ? ഹൈ പിച്ച് അല്ലേ? എന്തുകൊണ്ടാ ഈ പറയുന്ന ക്രാക്കിൾസ് അല്ലെങ്കിൽ റെയിൽസ് കേൾക്കുന്നത്? എന്തുകൊണ്ടാ ഈ പറയുന്ന ക്രാക്കിൾസ് അല്ലെങ്കിൽ റെയിൽസ് കേൾക്കുന്നത്? ആ പറഞ്ഞ ഏത് വഴി പാസ് ചെയ്ത് പോകുന്നുണ്ടാ?
ഏതൊരു പാസ് ഉണ്ടാ ക്രാക്കിൾസ് ഓർ റെയിൽസ് സാധാരണയായിട്ട് കാണുന്ന കാര്യമാണ്. ഹോസ്പിറ്റൽ ഉറക്കിയ സമയത്ത് എപ്പോഴും ഇത് വീസിങ് വരുന്ന ആൾക്കാർക്ക് കാണുന്ന സംഭവമാണ്. എന്തുകൊണ്ടാ കേൾക്കുന്നത്? ഈ പറഞ്ഞ എന്താ എയർ ഏതൊരു പാസ് ചെയ്യും? എയർ ഏത് വഴി പാസ് ചെയ്ത് പോകുന്നത്? ഫ്ലൂയിഡോ അതോ ഇത് എയർ സ്ഥലത്തല്ലേ? ഫ്ലൂയിഡോ ഓർ ദ എയറോ ഇരിക്കുന്നെങ്കിൽ അവിടെ സൗണ്ട് ഒന്നും ഉണ്ടാകുന്നതാണോ? ദ ഫ്ലൂയിഡോ ഓർ ദ മ്യൂക്കസ് പറയാമല്ലോ. ദ ഫ്ലൂയിഡോ ഓർ ദ മ്യൂക്കസ് എയറിലൂടെ പാസ് ചെയ്ത് പോകുമ്പോഴാണോ? ശരിയാണോ? ദ ഫ്ലൂയിഡോ ഓർ ദ മ്യൂക്കസ് എയറിലൂടെ പാസ് ചെയ്ത് പോകുമ്പോഴാണോ സൗണ്ട് കേൾക്കുന്നത്? ആണോ? ഫ്ലൂയിഡ് ഓർ മ്യൂക്കസിലൂടെ എയർ പാസ് ചെയ്ത് പോകുമ്പോഴാണ്. ദ ഫ്ലൂയിഡോ ഓർ ദ മ്യൂക്കസിലൂടെ എയർ പാസ് ചെയ്ത് പോകുമ്പോൾ കേൾക്കുന്ന സൗണ്ട് ഏതാ? കേരള PC എക്സാം പ്രീവിയസ് ചോദ്യമാണ്. കേരള PC മാത്രമല്ല, ഇത് എയിംസിൽ ചോദ്യം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ ഫ്ലൂയിഡ് ഓർ ദ മ്യൂക്കസിലൂടെ കടന്നു പോകുമ്പോൾ സൗണ്ട് ഏതാ? ഏത് സൗണ്ടാ? ഏതാ? ക്ലാസ് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ ഇട്ടില്ല, അപ്പൊ മനസ്സിലാവും. എയിംസിനുണ്ടായ ചോദ്യം ഏത് സൗണ്ടാ? The crackles or the rails? Crackles or the rails? പക്ഷേ നിങ്ങൾ സെപ്പറേറ്റ് പഠിക്കുന്നതല്ലേ? സെപ്പറേറ്റ് അല്ല പഠിക്കുന്ന കാര്യം. ക്രാക്കിൾസും റെയിൽസും എപ്പോഴും സെപ്പറേറ്റ് ആയിട്ടും പല പഴയ ടെക്സ്റ്റ് ഉണ്ട് അല്ലെ? പഴയ ബുക്കുകൾ എപ്പോഴും ക്രാക്കിൾസും റെയിൽസും സെപ്പറേറ്റ് ആണ്. പക്ഷെ ഇപ്പോഴുള്ള ബുക്കുകൾ രണ്ടും ഒന്നായിട്ട് കൊടുത്തിരിക്കുന്നത്. മറക്കരുത് കാര്യം കേട്ടോ. എന്തുകൊണ്ടുണ്ടാവുന്നത്? എങ്ങനെ ഉണ്ടാവും? ഇത് എയർവേ നാരോ അവിടെ. ഇത് എയർവേ നാരോ. ഈ സൗണ്ട് കേൾക്കണമെങ്കിൽ ഇത് എയർവേ നാരോ ആകുമല്ലോ. ഈ ഒരു സൗണ്ട് വരണമെങ്കിൽ ഇത് എയർവേ നാരോ ആകണ്ടേ? വേണ്ടേ വേണ്ടേ വേണ്ടേ? നാരോ വേണ്ടേ? വേണ്ടേ വേണ്ടേ വേണ്ടേ? ആകണം. ഒരു സൊല്ലിങ് വന്നതുണ്ടോ നാരോയിങ്? ആ നാരോയിങ് ആകണമെങ്കിൽ ഇത് എയർവേ നാരോയിങ് ആകണമെങ്കിൽ ഒരു സൊല്ലിങ് വന്നവരും വരും. ഒരു ട്യൂമർ വന്നവരും അപ്പോൾ ഒരു ട്യൂമറോ ഒരു സൊല്ലിങ്ങോ കാരണം എയർവേ നാരോ ആയിക്കൂടെ? ഒരു ട്യൂമറോ ഒരു സൊല്ലിങ് കാരണമോ എയർവേ നാരോ ആകാം. ശരിയല്ലേ? ശരിയല്ലേ? അപ്പൊ ചോദിക്കും, ഇത് എയർവേ നാരോ ആയെങ്കിൽ ആ സൗണ്ട് പറയുന്ന പേരെന്താ? ഇത് എയർവേ നാരോ ആകിയാൽ സൗണ്ട് എന്താ? ഏത് സൗണ്ടാ? ഇത് ക്രാക്കിൾസ് ഓർ റെയിൽസ് ആണോ? റെയിൽസ് ആണോ? ആണോ? പറഞ്ഞേ. അടുത്തതാ സെക്കൻഡ് വൺ ഈസ് ഏതാ? സെക്കൻഡ് ടൈപ്പ് ഈസ് ഏതാ? സെക്കൻഡ് ടൈപ്പ് ഏതാ? ഇതിന്റെ പേര് എന്താ? പറയൂ എല്ലാരും. സെക്കൻഡ് ടൈപ്പ് കഴിഞ്ഞ എക്സാം ചോദ്യമാണ്. കഴിഞ്ഞ IMSന്റെ തൊട്ട് മുൻപത്തെ IMS ചോദ്യമാണ്. ഈ കഴിഞ്ഞ IMSന്റെ തൊട്ട് മുൻപത്തെ IMS ചോദ്യം ഏതാ? എന്താ ഇതിന്റെ പ്രൊണൗൺസിയേഷൻ കേട്ടെ. ഇതിന്റെ പ്രൊണൗൺസിയേഷൻ ആർക്ക് പറയാം? ആരെങ്കിലും നിങ്ങളുടെ മൈക്ക് ഓൺ ചെയ്ത് ഇത് റോങ്കി ആണോ ഓർ റോഞ്ചി ആണോ? ആരെങ്കിലും പറഞ്ഞ് ഞാൻ ഓൺ ചെയ്യാം മൈക്ക്. ആരും പറഞ്ഞു ഇതിന്റെ പ്രൊണൗൺസിയേഷൻ പഠിക്കാൻ. എന്താ ഇത്? റോങ്കി ആണോ ഓർ റോഞ്ചി ആണോ? പലപ്പോഴും വിട്ടുപോകുന്ന കാര്യമാണ്. ആർക്ക് പറയാം? ആരെങ്കിലും ഒരാൾ നോക്കട്ടെ, നോക്കട്ടെ. ആരെങ്കിലും ഒരാൾ തന്റെ മൈക്ക് ഓൺ ചെയ്ത് ഇതിന്റെ പ്രൊണൗൺസിയേഷൻ ഇത് റോഞ്ചി ആണോ റോങ്കി ആണോ? കേക്കട്ടെ, വന്നില്ല. സ്റ്റാർട്ട് ചെയ്യാം. യെസ്. അപ്പൊ ഇവിടെ കേൾക്കും.
ഇപ്പൊ റോങ് ചെയ്യാൻ എവിടെ കേൾക്കും? എവിടെ നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചത്? എങ്ങനെ പേരുമായിട്ട് പഠിച്ചു? എവിടെ കേൾക്കും? എവിടെ കേൾക്കാം? ഇൻസ്പിറേഷനിലാണോ എക്സ്പിറേഷനിലാണോ? എവിടെ കേൾക്കും? ഇൻസ്പിറേഷനിലാണോ എക്സ്പിറേഷനിലാണോ? എപ്പോ കേൾക്കും? അതാണ് ചോദ്യം വരുന്നത്. ഇൻസ്പിറേഷനിലാണോ എക്സ്പിറേഷനിലാണോ കേൾക്കും? ഓ ഇതും കേൾക്കുന്നത് ഇൻ ദ നാരോ സ്പേസിലാണോ? ഇതും കേൾക്കുന്നത് നാരോ സ്പേസിലാണോ? സൗണ്ട് ഇടൂടെ? സൗണ്ട് ഇടൂടെ? സൗണ്ട് കേൾക്കുമല്ലോ. സൗണ്ട് കേൾക്കുമല്ലോ. വര മെസ്സേജ് ഇറ്റ്സ് നോട്ട് ഓഡിയബിൾ. കേൾക്കുന്നുണ്ടോ? കേൾക്കാമോ? കേൾക്കാമോ? കേൾക്കാം. ഓ ദ റോങ് ഓർ വിളിക്കാൻ മറ്റു പേരെന്താ? ദ ഗൂഗിൾസ് എന്ന് വിളിക്കുക. സംഭവം എന്തായിരിക്കും ഇത്? സംഭവം എന്താ? ഇതെവിടെ കേൾക്കും? എവിടെ കേൾക്കും? സൗണ്ട് എടുക്കുക. സ്നോറിങ് സൗണ്ട് ആണോ? സ്നോറിങ് സൗണ്ട് ആണോ? വളരെ ലോ പിച്ച് ആയിട്ടുള്ള, വളരെ ലോ പിച്ച് ആയിട്ടുള്ള സ്നോറിങ് സൗണ്ട് ആണോ? നിങ്ങൾ കൂർക്കം വലിക്കുന്ന രീതിയിലുള്ള കണ്ടിന്യൂസ് സൗണ്ട് ആണ് ഇത്? നിങ്ങൾ കൂർക്കം വലിക്കുന്ന രീതിയിലുള്ള കണ്ടിന്യൂസ് സൗണ്ട് ഇത് ആണോ? ആണോ? നിങ്ങൾ കൂർക്കം വലിക്കുന്ന രീതിയിലുള്ള സൗണ്ട് ആണോ ഇത്? വലിക്കാറുണ്ടോ? വലിക്കാറുണ്ടോ? പറഞ്ഞേ ആരെങ്കിലും കൂർക്കം വലിക്കാറുണ്ട് അത്? നിങ്ങൾ കൂർക്കം വലിക്കാറുള്ള കണ്ടിന്യൂസ് സൗണ്ട് ആണോ ഇത്? കൂർക്കം വലിക്കാനുള്ള കണ്ടിന്യൂസ് സൗണ്ട് ആണ് ഇത്. അതുപോലെ കേൾക്കുന്നുണ്ടോ? എന്തുകൊണ്ട് ഇത് വരുന്നത്? എന്തുകൊണ്ടാണ് വരുന്നത്? അതും ഇത് ഏറെ നാരോ ആകുന്നുകൊണ്ടാണോ? അതും ഇത് ഏറെ നാരോ ആകുന്നതുകൊണ്ടാണോ? അതും ഇൻ ദ എയർവേ നാരോ ആകുന്നത് കൊണ്ടാണോ? ആണോ? ആണോ? ആണല്ലേ? ആണ്. അതും ഇൻ ദ എയർവേ നാരോ ആകുന്നത് കൊണ്ടാണ് വരുന്നത്. ചിലപ്പോൾ ആ ഇപ്പൊ എയർവേ വളരെ തിക്കനിങ് ആയാലും സൊല്ലിങ് വന്നാലും എഡിമ വന്നാലും വന്നൂടെ? നിങ്ങളുടെ എയർവേക്ക് സൊല്ലിങ് വന്നാലും ഒരു എഡിമ വന്നാലും ആ തിക്കണിച്ച് സൗണ്ട് ഒന്നൂടെ വന്നൂടെ? വന്നൂടെ? നിങ്ങൾ ഈ പറഞ്ഞ എയർവേ ഇല്ലേ, ആ നല്ല സൊല്ലിങ്ങും നെടുമയും വന്നാലും കേക്ക് സൗണ്ട് ഏതാ? സൗണ്ട് ഏതാ? സൗണ്ട് ഏതാ? റോഞ്ചി വിളിക്കുക അല്ലെ? റോഞ്ചി വിളിക്കുക. ഇൻസ്പിറേഷനിലാണോ എക്സ്പിറേഷനിലാണോ? ഇൻസ്പിറേഷനിലാണോ എക്സ്പിറേഷനിലാണോ ഈ സൗണ്ട് വരുന്നത്? ഇൻസ്പിറേഷനിലാണോ എക്സ്പിറേഷനിലാണോ? ആർക്കോ ഇവിടെയാണ് എക്സാമിന് തെറ്റുന്ന ചോദ്യം. എക്സാമിന് ചോദ്യം ചോദിക്കുമ്പോൾ തെറ്റിക്കുന്ന ഭാഗം എല്ലാവരും ഇൻസ്പിറേഷൻ എഴുതി വെക്കും. പക്ഷെ ഉത്തരം എന്താ? ഇൻസ്പിറേഷൻ ആണോ എക്സ്പിറേഷൻ ആണോ നടക്കുന്നത്? അതിന് ഉത്തരം പറയണമെങ്കിൽ നിങ്ങൾ ഇതിന് ഉത്തരം പറയണം. ഇത് നോർമൽ എയർവേക്ക് സൗണ്ട് ഏതാ? അതിന് ഉത്തരം പറയണമെങ്കിൽ നിങ്ങൾ ഇതിന് ഉത്തരം പറയണം. നോർമൽ എയർവേൽ സൗണ്ട് ഏതാ? എന്താ ബ്രോങ്കോ വെസിക്കുലർ അല്ലേ? ബ്രോങ്കോ വെസിക്കുലർ അല്ലേ? നോർമൽ എയർവേൽ കേൾക്കുന്ന സൗണ്ട് ഏതാ? ബ്രോങ്കോ വെസിക്കുലർ അല്ലേ? വെസിക്കുലർ അല്ലേ? ആണോ? ആണ്. അതേസമയം കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്നോറിങ് സൗണ്ട് കേൾക്കുന്നവിടെ, അതേസമയം കണ്ടിന്യൂസ് ആയിട്ട് സ്നോറിങ് സൗണ്ടോടെ റോങ് എന്ന് വിളിക്കാല്ലേ? വിളിച്ചൂടെ? 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 അതേസമയം ഫ്ലൂയിഡോ ഓർ ദ മ്യൂക്കോസോ ഫിൽ ചെയ്ത് വിളിക്കാം. അതേസമയം ഫ്ലൂയിഡോ ഓർ ദ മ്യൂക്കോസോ സ്പേസ് ഫിൽ ചെയ്ത് വിളിക്കാം. റെയിൽസ് വിളിച്ചൂടെ? റെയിൽസ് ക്രാക്കേഴ്സ് വിളിച്ചൂടെ? 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 വ്യത്യാസം മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായി? മൂന്നെണ്ണത്തിന്റെ വ്യത്യാസം മനസ്സിലായി? ആ വ്യത്യാസം മനസ്സിലായി. ചോദ്യം ഇതായിരുന്നു. ഏറ്റവും നോർമൽ കേൾക്കുന്ന സൗണ്ട് ഏതാ? നോർമലി കേൾക്കുന്ന സൗണ്ട് ഏതാ? ബ്രോങ്കോ വെസിക്കുലർ സൗണ്ട്. ബ്രോങ്കോ വെസിക്കുലർ സൗണ്ട് എന്ന് വിളിക്കാം. ശരിയല്ലേ? മറക്കരുത്. മൊത്തം രണ്ടെണ്ണം കണ്ടു. മൂന്നാമത്തെ ആരാ? മൂന്നാമത്തെ ആളുടെ പേരെന്താ? ദ വീസ്.
അതാരാ അതാരാ വീസ് പറഞ്ഞു വീസ് വീസ് പറഞ്ഞു വീസ് 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 എന്താ വീസ്? ഇവിടെ നിങ്ങൾ സ്ഥിരമായിട്ട് കേരള PSC എക്സാമിൽ ചോദ്യമുണ്ട്. ചോദ്യം എന്താ? എവിടെയെങ്കിലും ആരെങ്കിലും ദ മ്യൂസിക്കൽ സൗണ്ട് കേൾക്കുന്ന എവിടെ ചോദിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും എക്സാമിനകത്ത് ദ മ്യൂസിക്കൽ സൗണ്ട് കേട്ട് താഴെ പറയും ഏതെങ്കിലും ഏതെങ്കിലും ചോദ്യ പേപ്പറിനകത്ത് ദ മ്യൂസിക്കൽ സൗണ്ട് കേൾക്കുന്നത് താഴെ പറയുന്നവ ഏതാണ്? കണ്ടിട്ടുണ്ടോ? താഴെ പറയുന്നവയിൽ ദ മ്യൂസിക്കൽ സൗണ്ട് ഹൈ പിച്ച് ഉള്ള മ്യൂസിക്കൽ സൗണ്ട് കേൾക്കുന്നത് ബീസ് ആണോ, റെയിൽസ് ആണോ, റോഞ്ചി ആണോ, ബ്രോങ്കോ വെസിക്കുലർ ആണോ? താഴെ പറയുന്നവയിൽ ഹൈ പിച്ച് ഉള്ള ദ മ്യൂസിക്കൽ സൗണ്ട് കേൾക്കുന്നത് ബീസ് ആണോ, റെയിൽസ് ആണോ, ഓർ ദ വെസിക്കിൾസ്? ബീസ്. കണ്ടവർക്ക് അറിയാം, പഴയ ക്വസ്റ്റ്യൻ നോക്കി അറിയാം ഉണ്ടായിരിക്കുന്നത്. എന്താ ബീസ്? എന്താ ബീസ്? അപ്പോൾ നല്ല മ്യൂസിക്കൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹൈ പിച്ച് സൗണ്ട് പറയുന്ന പേരെന്താ? മ്യൂസിക്കൽ ആയിട്ടുള്ള ഹൈ പിച്ച് ആയിട്ടുള്ള സൗണ്ടിനെ പറയുന്ന പേരെന്താ? ബീസ് എന്ന് വിളിക്കാം. മറക്കരുത്. മ്യൂസിക്കൽ ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹൈ പിച്ച് ഉള്ള സൗണ്ടിനെ പറയുന്ന പേരെന്താ? ചോദ്യം വരും. മ്യൂസിക്കൽ ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹൈ പിച്ച് സൗണ്ടിനെ പറയുന്ന പേരെന്താ? ബീസ് എന്ന് വിളിക്കാം. എങ്ങനെയാ ബീസ് ഉണ്ടാവുന്നത്? എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ബീസ് ഉണ്ടാവുന്നത്? ഇവിടെ ബ്രോങ്കയാണോ, ബ്രോങ്ക്യൂൾസ് ആണോ, ഓരോ ബ്രോങ്കസ് ആണോ? ഇവിടെ ബ്രോങ്ക്യൂൾസ് ബ്രോങ്കസ് ആരായിരിക്കും? കൺസ്ട്രക്ട് ആണ്. ബ്രോങ്കസ് അല്ലേ? ബ്രോങ്കസ് കൺസ്ട്രക്ട് ആവുന്നതുകൊണ്ട് വരുന്ന സൗണ്ടിന്റെ പേരെന്താ? ചോദ്യം ഇതും വരാം. ബ്രോങ്കസ് കൺസ്ട്രിക്ട് ആവുന്നതുകൊണ്ട് വരുന്ന സൗണ്ടിന്റെ പേരെന്താ? ബീസ് എന്ന് വിളിക്കാം. അല്ലെ? ബ്രോങ്കസ് കൺസ്ട്രിക്ട് ആവുന്നതുകൊണ്ട് വരുന്ന സൗണ്ട് ബീസ് എന്ന് വിളിക്കാം. എന്തുകൊണ്ടാണ് വരുന്നത്? ഇതും ഒരു സ്വെല്ലിങ്ങോ ഒരു ട്യൂമറോ കൊണ്ട് വരാൻ സാധ്യതയുണ്ട്. മറക്കരുത്. ഇത് എവിടെ കേൾക്കുന്നത്? സൈറ്റ് എവിടെയാ? അപ്പറിലാണോ ലോവറിലാണോ ലങ്സ് മൊത്തമാണോ? അപ്പറിലാണോ ലോവറിലാണോ ലങ്സ് മൊത്തമാണോ? തെറ്റിപ്പോകാം. എല്ലാ ഏരിയയും, ആൾ ഓവർ ലങ്സിന്റെ എല്ലാ ഏരിയയിലും കൂടി കേൾക്കുന്ന സൗണ്ട് ഏതാ? ബീസ് ആണ്. ലങ്സിന്റെ എല്ലാ ഏരിയയും, അപ്പറിലും അല്ല ലോവറിലും മാത്രമല്ല, ലങ്സിന്റെ എല്ലാ ഏരിയയും കവർ ചെയ്ത് വരുന്ന സൗണ്ട് ഏതാ? ബീസ് എന്ന് വിളിക്കാം. മറക്കുക കാര്യം? മറക്കുമോ? ഇല്ല. ഇനി ഈ പറഞ്ഞ ബീസ് കേൾക്കുന്നത് ഇൻസ്പിറേറ്ററിയിലാണോ എക്സ്പിറേറ്ററിയിലാണോ? ബീസ് കേൾക്കുന്നത് ഇൻസ്പിറേറ്ററിയിലാണോ എക്സ്പിറേറ്ററിയിലാണോ? അവിടെ ചോദ്യം വരാം. ഞാൻ മിക്കവാറും എല്ലായിടത്തും ഇൻസ്പിറേറ്ററിയും പറഞ്ഞു, എക്സ്പിറേറ്ററി പറഞ്ഞില്ലേ? ഇതുവരെ പഠിച്ച എല്ലാ സൗണ്ട്സിനകത്തും ഈ പറഞ്ഞു ഇൻസ്പിറേറ്ററിയും പറഞ്ഞു, എക്സ്പിറേറ്ററിയും പറഞ്ഞു. അതുപോലെ വീണ്ടും ചോദിക്കാം, ബീസ് കേൾക്കുന്നത് ഇൻസ്പിറേറ്ററിയിലാണോ? ദ ബെസ്റ്റ് ഹിയറിംഗ് അറ്റ് എവിടെയാ? ചോദ്യം ചോദിക്കാം. ദ ബീസ് ഈസ് ദ ബെസ്റ്റ് ഹിയറിംഗ് എവിടെയാ? ബെസ്റ്റ് ഹിയറിംഗ് എവിടെയാ? ഇൻസ്പിറേറ്ററിയിലാണോ എക്സ്പിറേറ്ററി സമയത്താണോ? അതും ഒരു ചോദ്യമാണ്. കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാരണം പല എക്സാമും ചോദ്യം ഇപ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർ. കാരണം ഈ കഴിഞ്ഞ DH കഴിഞ്ഞ ശേഷം ആരും ചോദ്യം നോക്കിയിട്ടില്ലല്ലോ. ക്വസ്റ്റ്യൻസ് ഫെമിലിയർ അല്ലാത്തതുകൊണ്ട് പല ചോദ്യം മനസ്സിലാവും. ശരിയല്ലേ? അതുകൊണ്ടാണ് ഞാൻ എല്ലാ ദിവസവും ചോദ്യം പേപ്പർ പോസ്റ്റ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചായിരിക്കും, ഞാൻ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം തന്നെ പോസ്റ്റ് ചെയ്യും. കാരണം ചോദ്യങ്ങൾ ഫെമിലിയർ ആണ്. ഇത് കഴിഞ്ഞ എക്സാമിൽ ചോദ്യമാണ്. കഴിഞ്ഞ എക്സാമിന് ബീസ് എന്നാൽ എന്താണ് ചോദ്യം ഉണ്ടായിരുന്നത്? എന്തായിരിക്കും അത്? ഹൈ പിച്ച് ആണോ, ലോ പിച്ച് ആണോ? അത് കണ്ടിന്യൂസ് ആണോ, ഇന്റർമീഡിയറ്റ് ആണോ? കണ്ടിന്യൂസ് ആണോ, ഇന്റർമീഡിയന്റ് ആണോ? ആർക്ക് പറയാം? ബീസ് കഴിഞ്ഞ എക്സാമിൽ ചോദ്യമായിരുന്നു. ബീസ് എന്നാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹൈ പിച്ച് സൗണ്ട് അല്ലേ? ബീസ് എന്നാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹൈ പിച്ച് സൗണ്ട് ആണ്. ബീസ് എന്നാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹൈ പിച്ച് സൗണ്ട് ആണ്. അല്ലേ? ബീസ് എന്നാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹൈ പിച്ച് സൗണ്ട് ആണ്.
നിങ്ങളുടെ വാർഡിലോ എവിടെയെങ്കിലും പേഷ്യന്റ് കണ്ടുണ്ടോ? വീസ് ഉള്ള പേഷ്യന്റ് കണ്ടുണ്ടോ? അറിയാം, അറിയാം, അത് മാത്രം അറിയാമല്ലേ. എനിക്ക് രാവിലെ വരും. സർക്കാർ ആശുപത്രി ആണെങ്കിൽ രാവിലെ ഏർലി മോർണിംഗ് വരും അല്ലേ? സത്യമല്ലേ? സർക്കാർ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അറിയാം. കാഷ്വാലിറ്റിയിൽ മിക്കവാറും രാവിലെ ഒരു 7 മണിയാകുമ്പോൾ വരും അല്ലേ? വരാറില്ലേ? വരാറില്ലേ? സർക്കാർ ഹോസ്പിറ്റലിന്റെ ട്രെയിനിൽ നിൽക്കുന്ന ആൾക്കറിയാം, രാവിലെ ആകുമ്പോ 7 മണിയാകുമ്പോ പേഷ്യന്റ് വരും വീസും കൊണ്ട് അല്ലേ? വരാറുണ്ടോ അവിടെ? വരാറുണ്ടോ? ഉണ്ട്. എനിക്ക് വീസിംഗ് ഉണ്ട്, എനിക്കും വീസിംഗ് ഉണ്ട്. ഇപ്പൊ ഇല്ല, കഴിഞ്ഞ 5 വർഷം മുമ്പ് ഉണ്ടായിരുന്നു. 5 വർഷം മുമ്പ് ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. അറിയാം, അതുകൊണ്ട് അറിയാം. ഇത് കഴിഞ്ഞ എക്സാമിന് ചോദ്യമാണ്. വീസ് എന്താണ്? കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹൈ പി സൗണ്ട് എന്താ? വീസ് എന്ന് വിളിക്കുക. ഇത് എങ്ങനെ വരുന്നത്? എങ്ങനെയാണ് വീസ് ഉണ്ടാവുന്നത്? ഇത് ബ്രോങ്കോസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴാണോ വീസ് കേൾക്കുന്നത്? ബ്രോങ്കസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴാണോ? സോ ദ ബ്രോങ്കസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ കേൾക്കുന്ന സൗണ്ടിനെ പറയുന്ന പേരെന്താ? ദ ബ്രോങ്കസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ കേൾക്കുന്ന സൗണ്ട് ആണ് വീസ് എന്ന് പറയുന്നത് അല്ലേ? നമുക്ക് അറിയാനുള്ളത് ഇൻസ്പിറേഷനിലാണോ എക്സ്പിറേഷനിലാണോ വീസ് കേൾക്കുന്നത്? നമുക്കിവിടെ ചോദ്യം ഇതാണ്. നമ്മുടെ ചോദ്യം ഇതാണ്, വീസ് കേൾക്കുന്നത് ഇൻസ്പിറേഷനിലാണോ എക്സ്പിറേഷൻ? ഇത്രയും പറഞ്ഞ് മനസ്സിലാക്കണം. എല്ലാ ഹെഡിങ്ങിനകത്തും അത് കേൾക്കുന്നത് ഇൻസ്പിറേഷനിലാണോ എക്സ്പിറേഷനിലാണോ ഞാൻ പറഞ്ഞു. മിക്കവാറും ഇതുവരെ പറഞ്ഞ എല്ലാ ടൈപ്പിനകത്തും ഏറ്റവും കേൾക്കുന്നത് ഇൻസ്പിറേഷനിലാണോ എക്സ്പിറേഷനിലാണോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മറക്കരുത്, ആ കാര്യം മറക്കരുത്. സോ ബെസ്റ്റ് ഹിയറിംഗ് എവിടെയാ? ഇൻസ്പിറേഷനകത്താണോ എക്സ്പിറേഷനകത്താണോ വീസ് കേൾക്കുന്നത്? എക്സ്പിറേഷനല്ലേ? എക്സ്പിറേഷൻ സമയത്ത് എപ്പോഴും വീസ് അടിച്ചോക്കല്ലേ? അത് വിടുമ്പോഴല്ലേ, ശ്വാസം വിടുമ്പോഴല്ലേ വീസ് കേൾക്കുന്നത്. വീസിങ് എപ്പോ കേൾക്കും? വീസിങ് എപ്പോ കേൾക്കും? ശ്വാസം വിടുമ്പോഴല്ലേ. ഒരു പേഷ്യന്റ് ശ്വാസം വിടുമ്പോഴല്ലേ നിങ്ങൾ വീസിങ് കേൾക്കുന്നത്. ശരിയല്ലേ? ശരിയല്ലേ? ആണ്, ആണ്. സോ ഇത് 3 പഠിച്ചത് ഏതൊക്കെയാ? 3 പഠിച്ചതാ. ഇത് അബ്നോർമൽ പഠിച്ചു, റെയിൽസ് പഠിച്ചു, അവിടെ റോഞ്ച് പഠിച്ചു, വീസിങ് കണ്ടു. 4ാമതുണ്ടോ? അബ്നോർമൽ. 4ാമതുണ്ടോ? അത് പഠിക്കാത്ത പേരാണ്. അബ്നോർമലിനകത്ത് 4ാമത് വരുന്ന പേര് നിങ്ങൾ സ്ഥിരം പഠിക്കാത്ത പേരാണ്. ഞാൻ അറിയാം, ദ ഫ്രിക്ഷൻ റബ്ബ്. അബ്നോർമൽ ഇതിനകത്ത് 4ാമത് പേരാണ് ദ ഫ്രിക്ഷൻ റബ്ബ് എന്ന് വിളിക്കാം. അറിയാം ആർക്കെങ്കിലും ഫ്രിക്ഷൻ റബ്ബ് എന്താണ്? കേട്ടുണ്ട്. ഇതിന്റെ പച്ച മലയാളം പറഞ്ഞാൽ ഫ്രിക്ഷൻ റബ്ബ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉരസുന്നതാണോ അവിടെ? ഞാൻ ഈ 2 കൈ വെച്ച് ഉരസുന്നതാണോ? ഞാൻ ഈ 2 കൈ വെച്ച് ഉരസുന്നതാണോ ഫ്രിക്ഷൻ റബ്ബ്? ആണോ? ഞാൻ ഈ 2 കൈ വെച്ച് ഉരസുന്നതാണോ? ആണോ? ആണ്. എങ്കിൽ നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരേ ഒരു കാര്യം, ഇത് ഇൻസ്പിറേഷനിലാണ് കേൾക്കുന്നത് എക്സ്പിറേഷനിലാണോ? ഇൻസ്പിറേഷനിലും എക്സ്പിറേഷനിലും ഉണ്ടോ? ഫ്രിക്ഷൻ റബ്ബ് കേൾക്കുന്നത് ഇൻസ്പിറേഷനിൽ മാത്രമാണോ എക്സ്പിറേഷനിൽ മാത്രമാണോ? ഇൻസ്പിറേഷനും എക്സ്പിറേഷനും രണ്ടിലും ഒരുമിച്ചാണോ? ഓ, ഞാൻ ഈ 2 കൈ ഉരസുക എന്ന് പറഞ്ഞാൽ റബ്ബിങ് ഇല്ലേ അവിടെ? ഞാൻ ഈ 2 കൈ ഉരസുക എന്ന് പറഞ്ഞാൽ അവിടെ റബ്ബിങ് ഇല്ലേ? റബ്ബിങ് ഉണ്ടോ? റബ്ബിങ് ഉണ്ടോ? 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 ഉണ്ട്. അവിടെ എന്ത് റബ്ബിങ്ങാ? എന്തിന് റബ്ബിങ്? റബ്ബിങ് എന്തിനാ? ഇത് പ്ലൂറൈഡ് ആണോ? റബ്ബിങ് എന്ന് പറയുമ്പോൾ എന്ത് റബ്ബിങ്? അത് പ്ലൂറൈഡ് ആണോ? പ്ലൂറൈഡ് ആണോ? റബ്ബിങ് പ്ലൂറൈഡ് ആണോ? അല്ലേ? ആണോ? അപ്പൊ ഇൻസ്പിറേഷൻ സമയത്തും എക്സ്പ്രസ് സമയത്തും പ്ലൂറ തമ്മിൽ ഉരസുമ്പോൾ നമ്മൾ ശ്വാസം എടുക്കുമ്പോഴും വിടുമ്പോഴും പ്ലൂറ തമ്മിൽ ഉരസാറില്ലേ? ശരിയല്ലേ? ഇത് അബ്നോർമൽ വരുമ്പോൾ ഇൻസ്പിറേഷൻ ആയാലും എക്സ്പിറേഷൻ ആയാലും പ്ലൂറ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരസുമ്പോൾ കേൾക്കുന്ന സൗണ്ടിനെ പറയുന്ന പേരെന്താ? നമ്മൾ ഇൻസ്പിറേഷൻ ചെയ്താലും എക്സ്പിറേഷൻ ചെയ്താലും പ്ലൂറ തമ്മിൽ ഉരസും ശ്വാസം എടുക്കുമ്പോഴും വിടുമ്പോഴും. അപ്പോൾ പ്ലൂറ തമ്മിൽ ഉരസുമ്പോൾ കേൾക്കുന്ന സൗണ്ട് ഏതാ? ഫ്രിക്ഷൻ റബ്ബ് എന്ന് വിളിക്കാം അല്ലെ? ഫ്രിക്ഷൻ റബ്ബ് എന്ന് വിളിക്കാം. ചോദ്യം ഇതാണ്.
ഫ്രിക്ഷൻ റബ്ബ് കേൾക്കുന്നത് ഇൻസ്പിറേഷനിലാണോ എക്സ്പിറേഷനിലാണോ? ഇൻസ്പിറേഷനിലും എക്സ്പിറേഷനിലും ഉണ്ടോ? ഫ്രിക്ഷൻ റബ്ബ് കേൾക്കുന്നത് ഇൻസ്പിറേഷനിലാണോ എക്സ്പിറേഷനിലാണോ? ഇൻസ്പിറേഷനിലും എക്സ്പിറേഷനിലും ഉണ്ടോ? അത് താഴെ പറയുന്നവയിൽ ഒന്നിനുമില്ലേ? ബോത്ത്. ഇൻസ്പിറേഷൻ സമയത്തും എക്സ്പിറേഷൻ സമയത്തും ആ പ്ലൂറൽ തമ്മിൽ റബ്ബ് ചെയ്തുകൊണ്ടാണ് എപ്പോഴും ഫ്രിക്ഷൻ റബ്ബ് എന്ന സൗണ്ട് കേൾക്കുന്നത്. അറിയാം, ഇതുവരെ പഠിക്കാത്ത പേരാണ്, ഓർമ്മിക്കുക. ഇൻസ്പിറേഷൻ സമയത്തും എക്സ്പിറേഷൻ സമയത്തും പ്ലൂറൽ തമ്മിൽ റബ്ബ് ചെയ്യുമ്പോൾ, ഉരസുമ്പോൾ കേൾക്കുന്ന സൗണ്ട് പറയുന്ന പേരെന്താ? ഫ്രിക്ഷൻ റബ്ബ് എന്ന് വിളിക്കാം. ഇതെവിടെ കേൾക്കും? ഇതെവിടെ കേൾക്കും? എവിടെ കേൾക്കും? എവിടെ കേൾക്കും? എവിടെ കേൾക്കും? ലങ്സിന്റെ ഏറ്റവും മുകളിലാണോ താഴെയാണോ? ലങ്സിന്റെ ഏറ്റവും മുകൾ, ചോദ്യമാണ്, ആലോചിച്ച് പറഞ്ഞാൽ മതി, ചാടക്ക് ഉത്തരം പറയണ്ട. ലങ്സിന്റെ മുകൾ ഭാഗം താഴെയാണോ? ഏറ്റവും thoracic എക്സ്പാൻഷൻ കൂടി എവിടെയാ? ലങ്സിന്റെ മുകളിലാണോ താഴ്ഭാഗത്താണോ thoracic എക്സ്പാൻഷൻ കൂടിയ സ്ഥലം എവിടെയാ? thoracic എക്സ്പാൻഷൻ കൂടിയ സ്ഥലം ലോവർ ആണോ അപ്പറിലാണോ? അല്ലേ? അല്ലേ? ലോവർ അല്ലേ? അതെ. thoracic എക്സ്പാൻഷൻ കൂടി. നിങ്ങൾ നോക്കി, നിങ്ങൾ സ്വന്തം ബോഡി നോക്കി അറിയാം. നിങ്ങൾ സ്വന്തം ബോഡി നോക്കിയാ തൊറാക്സ് നല്ല എക്സ്പാൻഡ് ചെയ്ത് എവിടെയാ? ലോവർ അല്ലേ, അപ്പറിലല്ല. തൊറാക്സ് വളരെ എക്സ്പാൻഡിങ് എവിടെയാ? ലോവർ ഭാഗത്താണ്. സോ അവിടെ കേക്ക് സൗണ്ട് ഏതാ? ദ ലോവർ തൊറാക്സിക് കേക്ക് സൗണ്ട് ഏതാ? ഫ്രിക്ഷൻ റബ്ബ്. ഫ്രിക്ഷൻ റബ്ബ് എന്ന് വിളിക്കുക. ചോദ്യം വരും, ദ തൊറാക്സിക് എക്സ്പാൻഷൻ ദ ലോവർ തൊറാക്സിൽ കേക്ക് സൗണ്ട് ഏതാ? ഫ്രിക്ഷൻ റബ്ബ് എന്ന് വിളിക്കാം. ഇത്രയുമാണ് അബ്നോർമൽ സൗണ്ട്സ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അബ്നോർമൽ സൗണ്ട്സ് എല്ലാം ക്ലിയർ ആയോ? അബ്നോർമൽ സൗണ്ട്സ് എല്ലാം ക്ലിയർ ആയോ? സോ നമ്മളിന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നോർമൽ സൗണ്ട്സും അബ്നോർമൽ സൗണ്ട്സും രണ്ട് ചാപ്റ്റർ ഒരുമിച്ച് പഠിച്ചു. ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ നോർമൽ സൗണ്ട്സും അബ്നോർമൽ സൗണ്ട്സും കംപ്ലീറ്റ് ചെയ്തോ? എപ്പോൾ സ്റ്റാർട്ട് ക്ലാസ്? സമയം എനിക്ക് ഓർമ്മയില്ല, ഞാൻ മറന്നു. സമയം എത്ര മണിയായിട്ട് ഞാൻ മറന്നേ. ഇന്ന് മുമ്പാണോ? സമയം 10:45. ഈ പറഞ്ഞ ഞാൻ 1.25 മണിക്കൂറുണ്ട്. 1.25 മണിക്കൂറുണ്ട്. അടുത്ത 2 ദിവസത്തെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തു. 1.25 മണിക്കൂറുണ്ട്. അടുത്ത 2 ദിവസത്തെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തു. ഇങ്ങനെ അടുത്ത ദിവസങ്ങളിൽ ഒരു സ്റ്റുഡി പോട്ടെ. ഇനി അടുത്ത ട്യൂസ്ഡേ കൊണ്ടെടുക്കട്ടെ. ട്യൂസ്ഡേ ഇപ്പോൾ 8 മണിക്ക് എടുക്കട്ടെ. ട്യൂസ്ഡേ ഇതുപോലെ എടുക്കട്ടെ. നിർബന്ധിക്കണം. ഓക്കെ. അപ്പൊ ഇതിനകത്ത് ഇന്ന് ലങ്സിനകത്ത് ബാക്കിയുണ്ട്. ഇന്ന് ലങ്സിനകത്ത് പഠിക്കാൻ ബാക്കിയുണ്ട്. നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഇന്ന് ലങ്സിനകത്ത് പഠിക്കാൻ ബാക്കിയുണ്ട്. ടുമോറോ നോക്കാം. ടുമോറോ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ബാക്കി എന്റെ ക്വസ്റ്റ്യൻസ് കിട്ടട്ടെ. ടുമോറോ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ JPC എക്സാമിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ബാക്കി ഞാൻ റെക്കോർഡ് ചെയ്തിട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസം 10 ക്വസ്റ്റ്യൻ പഠിച്ചില്ലേ? ആ 10 ക്വസ്റ്റ്യന്റെ ബാക്കി ഞാൻ റെക്കോർഡ് ചെയ്ത് ഇട്ടേട്ടെ നാളെ. ആരും ലൈവ് വരണ്ട. ഇട്ടേ. ഓക്കെ. ടുമോറോ എപ്പോഴെങ്കിലും കേട്ടോ. ഓക്കെ. ഓക്കെ അല്ലേ? വേണോ? ഓക്കെ. സോ താങ്ക് യു സോ മച്ച്. നന്നായി പഠിക്കുക. നന്നായി പഠിച്ചുകൊണ്ടിരിക്കുക. താങ്ക് യു സോ മച്ച്. ബൈ.